1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന്റെ ഭാഗമല്ലാത്തത്? നമ്മൾ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ സാധനങ്ങൾ. അതായത് 1947 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിനകത്ത് ഈ താഴെ തന്നിട്ടുള്ളിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഭാഗമല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ചോദ്യങ്ങൾ വരുമ്പോൾ ഈ നോട്ട് കറക്റ്റ് കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കണം. ഏതാണ് ഭാഗമല്ലാത്തതാണോ ഭാഗമായതാണോ നോക്കി ചോദിച്ചിട്ടുള്ളതെന്ന് കൃത്യമായിട്ടും പരിശോധിച്ചിട്ട് വേണം നമ്മൾ സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ. ഓക്കെ, നമുക്ക് ഒന്നാമത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പ്ലാനിനെ തന്നെ നമുക്ക് മൗണ്ട് ബാറ്റൻ പ്ലാനും ഒക്കെ ബന്ധപ്പെടുത്തിയാണ് വായിക്കേണ്ടത്. മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിയത്. അതെ, നമുക്കത് ലോജിക്കലി തിങ്ക് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. അവസാനത്തെ വൈസ്രോയി ആണ് മൗണ്ട് ബാറ്റൻ. മൗണ്ട് ബാറ്റനെ ഇന്ത്യയിലേക്ക് വിട്ടത് തന്നെ ഇവിടെ സ്വാതന്ത്ര്യം കൊടുക്കാനെ കൊണ്ടാണ്. അങ്ങനെ ക്ലെമന്റ് ആറ്റ്ലി ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ, ലേബർ പാർട്ടി അധികാരത്തിലേക്ക് വരുന്നു. ലേബർ പാർട്ടിയുടെ ഭാഗമായിട്ട് ക്ലെമന്റ് ആറ്റ്ലി മൗണ്ട് ബാറ്റനെ ഇന്ത്യയിലേക്ക് വിടുന്നു. അങ്ങനെ മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അതിനെ കൗണ്ടർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഒന്നുമില്ല. ആ സ്റ്റേറ്റ്മെന്റിനെ ശരിയെടുക്കാം. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യയെ സ്വതന്ത്രവും പരമാധികാരവുമായ ഒരു രാജ്യമായി പ്രഖ്യാപിച്ച നിയമമാണിത്. ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. കൗണ്ടറിംഗ് പോസിബിലിറ്റി ഒന്നും തന്നെ ഇല്ല. ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയി തന്നെ കണ്ട് നമുക്കതിനെ ശരിയെടുക്കാൻ കഴിയും. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മലയാളം വായിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താണ് നമുക്ക് കറക്റ്റ് എടുക്കാൻ കഴിയുന്നില്ല. ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട ഗവർണർ ജനറലിന്റെ ഓഫീസ് ഈ നിയമം സ്ഥാപിച്ചത്. ഇപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് മലയാളം വായിക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ് കൂടി ജസ്റ്റ് നോക്കുക, മലയാളത്തിൽ കൺഫ്യൂഷൻ വരുന്നവര്. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട ഗവർണർ ജനറലിന്റെ ഓഫീസ്. അങ്ങനെ ഒരു ഗവർണർ ജനറൽ ഈ പറയുന്ന സമയത്ത് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ പറയുന്ന സി രാജഗോപാലാചാരി ഗവർണർ ജനറലായിട്ട് മാറുന്ന അതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ഹിസ്റ്ററിക്കകത്ത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പോസിബിലിറ്റി ശരിയാക്കി എടുത്താൽ നാലാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് കടക്കുക. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ ഡൊമീനിയനിൽ ചേരണമെന്ന് ഈ നിയമം നിർബന്ധിച്ചു. അവിടെയാണ് കൗണ്ടറിംഗ് പോസിബിലിറ്റി. ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ലത്. നിർബന്ധിച്ചു എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം ആണ്. അങ്ങനെ നിർബന്ധിക്കാൻ സാധ്യതയുണ്ടോ? നമുക്കറിയാം, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൻ പ്ലാൻ വരുന്ന സമയത്ത് ഇവരുടെ എപ്പോഴും ഒരു പോളിസി എന്ന് പറയുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ ആണ്. ആ ഡിവൈഡ് ആൻഡ് റൂളിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ പാകിസ്ഥാൻ ഉള്ള രാജ്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം അവിടെ അവർ പറഞ്ഞു വെച്ചിരുന്നു, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിനകത്ത് പറഞ്ഞു വെച്ചിരുന്നു, ഏതെങ്കിലും രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ ചേരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ ചേരാം, പാകിസ്ഥാനിൽ ചേരേണ്ടവർ പാകിസ്ഥാനിൽ ചേരാം, ഏതെങ്കിലും പ്രിൻസിലി സ്റ്റേറ്റ്സ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനാണ് ആഗ്രഹമെങ്കിൽ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാമെന്നും ഈ ആക്ടിനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിർബന്ധിച്ചു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 3 and 4. ഓക്കെ, സോറി, ഇത് ഭാഗമല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഭാഗമല്ലാത്തത്. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവരിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? നമ്മൾ കുറെ ഡിസ്കസ് ചെയ്യുന്നതാണ്. കാരണം ഈ വർഷം 2025 സംബന്ധിച്ച് നമുക്ക് എല്ലാ പരീക്ഷകൾക്കകത്തും വൈക്കം സത്യാഗ്രഹം ഒരു പ്രധാന കണ്ടന്റായി വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ നിരന്തരം പറയുന്നതാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ, കേരള ചീഫ് മിനിസ്റ്റർ അടക്കമുള്ളവർ ഇവിടെ വന്ന് പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് ഗാന്ധിജി അടക്കം ഇന്ത്യയിലേക്ക് ആ സമയത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമരമാണ് വൈക്കം സത്യാഗ്രഹം.
അതിന്റെ 100ാം വാർഷികം ആയതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന PSC എക്സാമുകൾക്കും വൈക്കം സത്യാഗ്രഹം ഒരു റിലവന്റ് സബ്ജക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് വൈക്കം സത്യാഗ്രഹം കൃത്യമായിട്ട് എല്ലാവരും നോക്കി പോകണം. ഇനി വരുന്ന ഡിഗ്രി പ്രിലിംസിനാണെങ്കിലും അതിൽ നേതാക്കന്മാർ നമ്മൾ പ്രധാനമായും പഠിക്കുന്ന ഒന്ന് രണ്ട് ആളുകൾ എന്ന് പറയുന്നത് ഈ TK മാധവൻ, KP കേശവൻ മേനോൻ, മന്നത്ത് പത്മനാഭൻ. ഈ മന്നത്ത് പത്മനാഭനെയൊക്കെ നമുക്കറിയാം, ഈ സവർണ ജാഥയൊക്കെ നയിച്ചുകൊണ്ട് വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ആളാണ് മന്നത്ത് പത്മനാഭൻ. ഓക്കെ, ഇപ്പൊ ഈ മൂന്ന് പേരെ നമുക്ക് കൃത്യമായി അറിയാവുന്ന ആളുകളാണ്, നമ്മളെപ്പോഴും പഠിക്കുന്ന ആളുകളാണ്. പിന്നെ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള അഥവാ പരമേശ്വരൻ പിള്ള എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ CV കുഞ്ഞിരാമൻ. അപ്പൊ ഇവർ മൂന്ന് പേരും കൃത്യമായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നെങ്കിൽ ഈ ഓപ്ഷൻ ഒഴിവാക്കാം, ഈ ഓപ്ഷൻ ഒഴിവാക്കാം, കാരണം മൂന്ന് പേരും ഇല്ലാത്ത. പിന്നെ ഉള്ളത് Aയും Dയും ആണ്. അപ്പൊ നമുക്ക് അറിയാത്ത രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, അറിയാവുന്ന മൂന്ന് ഓപ്ഷനും ഉണ്ട്. ഇവിടെയാണ് നമ്മൾ 50-50യിലേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ നിന്നും നമ്മൾ സാധാരണ നിലയിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ എപ്പോഴും പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് അറിയാത്ത രണ്ട് ഓപ്ഷനാണ്. വൈക്കം സത്യാഗ്രഹം പോലുള്ള വലിയൊരു സമരമാണെങ്കിൽ നമുക്ക് അറിയാത്ത ഓപ്ഷനെ പോസിറ്റീവ് അപ്രോച്ചിലേക്ക് എടുക്കുക, അങ്ങനെ ഓപ്ഷൻ ഡിയിലേക്ക് എത്തിക്കുക. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഈ 5 പേരെയും കൃത്യമായും ഇതിന്റെ നേതാക്കന്മാരാണെന്ന് പഠിച്ചു വെക്കുന്നവർക്ക് മാത്രമേ ഉത്തരം പെട്ടെന്ന് എത്തത്തുള്ളൂ. അല്ലാത്തവർക്ക് ഇത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവരെല്ലാവരും ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാക്കന്മാരായിരുന്നു. ഓക്കെ, അടുത്ത് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. റഷ്യൻ റവല്യൂഷനെ ബന്ധപ്പെട്ടാണ്. നമുക്ക് വേൾഡ് ഹിസ്റ്ററിക്കകത്തെ 2ാമത്തെ ചോദ്യമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇത് റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ്. പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ്. ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ശരിയെടുക്കാം. അപ്പം സോവിയറ്റ് എന്ന് പറയുന്നത് 1905 രൂപീകരിക്കപ്പെടുന്ന ഈ പറയുന്ന പണിമുടക്കുകളെ പ്രൊട്ടസ്റ്റ് നടത്താൻ വേണ്ടി, തൊഴിലാളി ഇൻഡസ്ട്രിയിലൊക്കെ കേന്ദ്രീകരിച്ച് പ്രൊട്ടസ്റ്റ് നടത്താൻ വേണ്ടി രൂപീകരിക്കുന്ന ഒരു ചെറിയ സംഘമാണ് സോവിയറ്റ് എന്ന് പറയുന്നത്. 1905 റഷ്യക്കകത്ത് സോവിയറ്റ് രൂപീകരിക്കപ്പെടുന്നത്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് കിടക്കാം. ബോൾഷെവിക്കുകളുടെ അന്തിമ ലക്ഷ്യം സോഷ്യലിസം സ്ഥാപിക്കുക എന്നതാണ് സോവിയറ്റുകളുടെ ലക്ഷ്യം. അവരുടെ എടുക്കുന്ന സമയത്ത്, അവർ പ്രൊട്ടസ്റ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട്, ഈ രാജ്യത്തിനകത്ത് ഒരു സോഷ്യലിസം സ്ഥാപിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സോഷ്യലിസ്റ്റുകളുടെ കൈകളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഒരു ലേബർ ഭരണം ഈ നാട്ടിൽ നടപ്പിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പറയുന്ന ബോൾഷെവിക്കുകൾ അവരുടെ ഏപ്രിൽ തീസിസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്. ആ ഏപ്രിൽ തീസിസ് ഒക്കെ പറയുന്നത് സോഷ്യലിസ്റ്റുകളുടെ കയ്യിലേക്ക് ഭരണം എത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇവർക്ക് ആത്യന്തികമായിട്ടുള്ളത്. അപ്പം സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്നത് തെറ്റാണ്. സോഷ്യലിസം സ്ഥാപിക്കുക എന്നതാണ്. അങ്ങനെയല്ല സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റെടുക്കണം. ഓക്കെ, 3ാമത്തതിനകത്ത് ലെനിൻ സർക്കാരിന്റെ ആദ്യ പ്രവൃത്തി സമാധാന ഉത്തരവ് അംഗീകരിച്ചതായിരുന്നു. അങ്ങനെയല്ല. നമ്മൾ പറഞ്ഞ പോലെ ഏപ്രിൽ തീസിസിനകത്ത് ആദ്യം തന്നെ പറയുന്നത് റഷ്യക്കകത്ത് സോവിയറ്റുകൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കർഷകന് കാർഷിക ഭൂമി സ്വന്തമായി കിട്ടണം. ഏപ്രിൽ തീസിസ് ലെനിൻ പ്രധാനമായും അവതരിപ്പിക്കുന്ന ഏപ്രിൽ തീസിസിനകത്ത് 1ാമത്തെ പോയിന്റായി കൊടുത്തിട്ടുള്ളത് കർഷകർക്ക് കാർഷിക ഭൂമി സ്വന്തമായി കിട്ടണം എന്നുള്ളതാണ്. അത് തന്നെയാണ് ലെനിൻ സർക്കാരിന്റെ ആദ്യ പ്രവൃത്തി എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റായിട്ട് എടുക്കണം. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് 1ാം ലോകമഹായുദ്ധ സമയത്ത് വീണുപോയ ഒരേ ഒരു രാജവംശമായിരുന്നു റോമനോവ് രാജവംശം. അതെ, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിനെ പറ്റി നമ്മൾ റഷ്യൻ റവല്യൂഷൻ പഠിക്കുന്ന സമയത്ത് പഠിക്കും. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് രാജാവ് യുദ്ധം ചെയ്യാൻ പോകുന്നതും നമ്മുടെ ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആയ ഒരു ഡാൻസ് ഒക്കെ നമ്മൾ കേരളത്തിനകത്ത് കണ്ടിട്ടുണ്ട്. ഡോക്ടർ റാസ്പുട്ടിനുമായി ബന്ധപ്പെട്ട കഥയൊക്കെ ഈ റോമനോവ് രാജവംശവുമായി ബന്ധപ്പെട്ടാണ്. ഈ രാജാവ് യുദ്ധത്തിന് പോയ സമയത്താണ് ഈ റാസ്പുട്ടിനൊക്കെ കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്നതും അതുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയായിട്ട് എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2ഉം 3ഉം സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. ഓക്കെ, ഉത്തരം സി ആണ്. 5ന്റെ ഉത്തരം സി ആണ്. ഓക്കെ, 6ാമത്തെ ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കേരള ഹിസ്റ്ററിയെ പറ്റിയാണ്. കേരളത്തിന്റെ ഹിസ്റ്റോറിക്കൽ സോഴ്സുകളെ പറ്റിയുള്ള ഒരു ചോദ്യമാണ്. അതിനകത്ത് 1ാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച തുഫാത്തുൽ മുജാഹിദീൻ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ രാഷ്ട്രീയ ചരിത്രമാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് 2 ഫാക്ച്വൽ കാര്യങ്ങളുണ്ട്. ഷെയ്ഖ് സൈനുദ്ദീൻ ആണോ തുഫാത്തുൽ മുജാഹിദീൻ എന്ന ബുക്കിൽ രചിച്ചിട്ടുള്ളത്, അതൊരു രാഷ്ട്രീയ ചരിത്രമാണോ എന്നുള്ളതാണ്. ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേരള ഹിസ്റ്ററിക്കകത്ത് പഠിച്ചിട്ടുള്ള ഒരു സാധനമാണ്. പോർച്ചുഗീസുമായി ബന്ധപ്പെട്ട ആ സമയത്തുള്ള രാഷ്ട്രീയ ചരിത്രം വിവരിക്കുന്ന ഒരു ബുക്കാണ് ഈ പറയുന്ന
സുഹാത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ബുക്ക്. അത് ഷെയ്ഖ് സൈനുദ്ദീൻ തന്നെയാണ് രചിക്കപ്പെട്ടിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കേരളത്തെക്കുറിച്ചുള്ള പരാമർശം ഉൾക്കൊള്ളുന്ന ആദ്യ സംസ്കൃത കൃതിയാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രം. അപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിനകത്ത് എല്ലാവർക്കും സംശയം വരാം, ഇനി കൗടില്യന്റെ അർത്ഥശാസ്ത്രമാണോ കേരളത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം? അപ്പൊ അത് നമ്മൾ PSC പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലല്ല കേരളത്തെ പറ്റി ആദ്യമായിട്ട് പറയുന്നത്. അത് ഐതരേണീയ ആരണ്യകം എന്ന് പറയുന്ന ഐതരേയ ആരണ്യകം എന്ന് പറയുന്ന ആ ടെക്സ്റ്റിനകത്താണ് കേരളത്തെ പറ്റിയുള്ള വിവരങ്ങൾ ആദ്യമായിട്ട് കൊടുക്കുന്നത്. ഇതിനകത്ത് ഈ കൗടില്യന്റെ അർത്ഥശാസ്ത്രം പറയുന്നത് നമ്മൾ BC രണ്ടാം നൂറ്റാണ്ട്, മൂന്നാം നൂറ്റാണ്ട് ആ സമയത്തൊക്കെയാണ് ഈ കൗടില്യന്റെ അർത്ഥശാസ്ത്രം. BC മൗര്യന്മാരുടെ കഥയൊക്കെ, ചന്ദ്രഗുപ്ത മൗര്യൻ അധികാരത്തിലേക്ക് വരുന്നതിന്റെ കഥയൊക്കെയാണ് ഈ പറയുന്ന കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അത് കേരളത്തെ പറ്റിയുള്ള വിവരണങ്ങൾക്കകത്ത് ഐതരേയ ആരണ്യകമാണ് ആദ്യമായി കേരളത്തിന്റെ ചരിത്രം പറഞ്ഞു വെക്കുന്ന കൃതി. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദിവസേനയുള്ള പൂജകൾ നടത്തുന്നതിനായി ടിപ്പു സുൽത്താൻ വാർഷിക ഗ്രാന്റ് അനുവദിച്ചതായി ക്ഷേത്രരേഖകൾ തെളിയിക്കുന്നു. അത് ആ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒന്നും പഠിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. നമ്മളത് ലോജിക്കലി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ടിപ്പു സുൽത്താന്റെ ഒരു സമയത്ത് മലബാർ എന്ന് പറയുന്ന പ്രദേശം ടിപ്പു സുൽത്താന്റെ കയ്യിലാണ്. ഇപ്പൊ നമ്മള് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സ്ഥലം ടിപ്പു സുൽത്താന്റെ പേരിനോടുള്ള ബഹുമാനാർത്ഥമാണ് ആ സ്ഥലത്ത് നമ്മൾ ടിപ്പു സുൽത്താൻ, അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഇപ്പം ഗണപതി വട്ടമാക്കി മാറ്റണം എന്നൊക്കെ നമ്മൾ പൊളിറ്റിക്കൽ ചർച്ചകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ടിപ്പു സുൽത്താന്റെ ആയുധപുരയായിട്ടാണ് നമ്മൾ മലബാറിനെയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന സ്ഥലങ്ങളെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മലബാർ അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത നമ്മൾ ശരിയായിട്ട് എടുക്കണം. ഓക്കെ, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 14ാം നൂറ്റാണ്ടിൽ കൊല്ലം സന്ദർശിച്ച സ്പാനിഷ് സഞ്ചാരികളായിരുന്നു മാർക്കോ പോളയും നിക്കോളോ കോണ്ടിയും. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെന്റ് ആണിത്. കാരണം ഈ പറയുന്ന 14ാം നൂറ്റാണ്ടില് മാർക്കോ പോള കുറച്ചുകൂടെ നേരത്തെയാണ്. മാർക്കോ പോള വരുന്നത് നമ്മുടെ ഇന്ത്യക്കകത്ത് കാക്കാത്തിയ ഡൈനാസ്റ്റിയിലൊക്കെയാണ്. നിക്കോളോ കോണ്ടി വരുന്നത് വിജയനഗര, ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്ത് വിജയനഗരയുടെ സദസ്സിലേക്കാണ് നിക്കോളോ കോണ്ടി വരുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് ഒരേ ഒരു കാര്യം അറിഞ്ഞാൽ മതി, ഈ സ്പാനിഷ് സഞ്ചാരി അല്ല മാർക്കോ പോളോ, അദ്ദേഹം ഒരു ഇറ്റാലിയൻ സഞ്ചാരിയാണ്. ആ ഇറ്റാലിയൻ സഞ്ചാരിയാണ് മാർക്കോ പോളോ എന്ന് അറിയാവുന്നവർക്ക് ഈ സ്റ്റേറ്റ്മെന്റ് കിട്ടും. ക്വസ്റ്റ്യൻ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ഡീറ്റെയിൽസ് ഫാക്ച്വലായി അറിയാവുന്നവർക്ക് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്പാനിഷ് സഞ്ചാരിയാണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റുള്ളത്, 2ഉം 4ഉം. ഓക്കെ, അങ്ങനെ വരുന്ന ഓപ്ഷൻ B ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നിസ്സഹകരണ പ്രസ്ഥാനത്തെ പറ്റിയാണ് പറയുന്നത്. ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? ഓക്കെ, ഇത് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 1920 ഓഗസ്റ്റ് 1 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശരിയാണ്. ഹിന്ദുക്കൾക്കിടയിലെ തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മൾ ആ സമയം നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത്, ആ സമയത്ത് തന്നെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം, ഇപ്പം അലി സഹോദരന്മാരുടെ നേതൃത്വത്തില് ഖിലാഫത്ത് പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതേ സമയത്ത് തന്നെയാണ്. അപ്പം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് ഗാന്ധിജി ആ സമയത്ത് തിരഞ്ഞെടുക്കുന്നുണ്ട്. ആ സമയത്ത് അത്തരത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് തന്നെയാണ് ഗാന്ധി എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ നിസ്സഹകരണ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അത്തരത്തിലൊരു ചിന്ത മനസ്സിലേക്ക് വന്നാൽ ഈ പറയുന്ന ഈ ചോദ്യം നമുക്ക് ഈസി ആയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയെടുക്കാൻ കഴിയും. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഏതു വിധേനയും, ഒരു എക്സ്ട്രീം വാക്കാണ്, ഏതു വിധേനയും സ്വയംഭരണം നേടിയെടുക്കുക എന്നതായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് അവിടെ നിൽക്കട്ടെ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ചൗരിചൗര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചു. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പറയുന്ന പോലീസ് സ്റ്റേഷൻ കത്തിക്കലും അതുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചൗരിചൗര സംഭവം കാരണം അത് നിർത്തിവെക്കുന്ന കാരണമായെങ്കിൽ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നോക്കിക്കേ. ഏതു വിധേനയും സ്വയംഭരണം നേടിയെടുക്കുക എന്നതായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചൗരിചൗര സംഭവം നടന്നാൽ എന്താ, ഗാന്ധിജി സമരം മുന്നോട്ട് കൊണ്ടുപോകില്ലായിരുന്നോ? കൊണ്ടുപോയാനെ. അതുകൊണ്ട് തന്നെ ഗാന്ധിജി
അഹിംസയിലൂന്നി നിന്നുകൊണ്ട് സ്വയംഭരണം നേടിയെടുക്കുക എന്നതായിരുന്നു ഈ പറയുന്ന നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ഏത് വിധേനയുമല്ല. ഇപ്പം ഗാന്ധിജിയാണ്, ചൗരി സംഭവം എന്താണ് എന്നൊക്കെ മനസ്സിലേക്ക് വന്നാൽ നമുക്ക് ഇതിന്റെ ഉത്തരം ഈസി ആയിട്ട് കിട്ടും. ഏത് വിധേനയുമല്ല, അഹിംസയിലൂന്നി നിന്നുകൊണ്ട് സ്വയംഭരണം നേടിയെടുക്കുക എന്നതായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ഇപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂന്നുണ്ട്, മൂന്നുണ്ട്, ഇവിടെ മൂന്നുണ്ട്. അപ്പം ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ് വെട്ടാം നമുക്ക്. ഉത്തരം ഉത്തരം എ ആണ്. ഓക്കെ, നാലാമത്തെ ചോദ്യം, എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. എട്ടാമത്തെ ചോദ്യം ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് യു എന്നിന്റെ ലക്ഷ്യങ്ങളെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഈ പറയുന്ന എല്ലാ ലക്ഷ്യങ്ങളും ഓൾമോസ്റ്റ് ഈ പറയുന്ന അന്താരാഷ്ട്ര സമാധാന സുരക്ഷ നിലനിർത്തുക തുടങ്ങി ഓൾമോസ്റ്റ് രണ്ട് രാജ്യങ്ങൾ സംബന്ധിച്ച് സുരക്ഷ, സമാധാനം, അതോടൊപ്പം മൗലിക അവകാശങ്ങൾ, മൗലിക സ്വാതന്ത്ര്യം, അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ, ഇതിനകത്ത് എല്ലാ കാര്യത്തിലും ഇടപെടുന്ന സംഘടനയാണ് യു എൻ. നമുക്കറിയാം യു എന്നിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം യു എന്നിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് നമുക്കറിയാം. അമേരിക്ക കേന്ദ്രീകരിച്ചൊക്കെ പ്രവർത്തിക്കുന്ന 17ഓളം സ്പെഷ്യലൈസ്ഡ് ഏജൻസികളും അല്ലാത്ത കുറെ ഏജൻസികളും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന വലിയൊരു ബ്രോഡായിട്ടുള്ള ഒരു സ്ഥാപനമാണ് യു എൻ എന്ന് പറയുന്നത്. യു എന്നിന്റെ കാര്യത്തിനകത്ത് നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയെടുക്കണം. നമുക്ക് ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. ഇനി വരുന്ന പരീക്ഷകൾക്കകത്തും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ പ്രതീക്ഷിക്കണം. യു എന്നുമായി ബന്ധപ്പെട്ട് യു എൻ ഡി പിയുമായിട്ടും വേൾഡ് ബാങ്കുമായിട്ടും IMF-ഉമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഒൻപതാമത്തെ ചോദ്യം കേരള എക്സൈസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് കുറച്ച് ഫാക്ച്വൽ ആയിട്ട് നമുക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് 1905 ഓക്കെ, ഡോക്ടർ പൽപ്പു ആണ് സാധുജന പരിപാലന സഭ. നമുക്ക് ഈ സാധുജന പരിപാലന സഭ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്. ഇത് സ്ഥാപിക്കുന്നത് പൽപ്പു അല്ല, അയ്യങ്കാളിയാണ് എന്ന് കിട്ടുന്നവർക്ക് ഈ ഉത്തരം ഈസി ആയിട്ട് കിട്ടും. ഒരു ഈസി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റിനകത്ത് സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത് പൽപ്പു അല്ല, അയ്യങ്കാളിയാണ് എന്ന് കിട്ടുന്നവർക്ക് ഈ ഉത്തരം സിമ്പിൾ ആയിട്ട് ഈ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ്. ഓക്കെ, ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ അടുത്ത പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് കൃത്യം പരിശോധിച്ച് പോവുക. 1903 ശ്രീനാരായണ ഗുരുവിന്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം സ്ഥാപിച്ചു. കുമാരനാശാനാണ് സെക്രട്ടറി, ശ്രീനാരായണ ഗുരു ആണ് അതിന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതൊക്കെ നമുക്ക് പഠിച്ചു വെക്കണം കൃത്യമായിട്ടും. അടുത്ത പരീക്ഷയ്ക്കാണെങ്കിലും ഈ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന്, ഈ ഓപ്ഷനിൽ നിന്ന് അടുത്ത ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. 1908 യോഗക്ഷേമ സഭ പറഞ്ഞ അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് ആ പുസ്തകങ്ങളും കണ്ണീരും കിനാവും തുടങ്ങിയ പുസ്തകങ്ങളെ പറ്റിയൊക്കെ യോഗക്ഷേമ സഭ വന്നതുകൊണ്ട് തന്നെ ആ ബുക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. 1914 മന്നത്ത് പത്മനാഭന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ മുകളിലും കണ്ടു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയൊക്കെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മന്നത്ത് പത്മനാഭനെ പറ്റിയും ഒരു സിംഗിൾ അലോൺ ചോദ്യം അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാനും സാധ്യതയുള്ളതാണ്. കൃത്യമായിട്ട് അതൊക്കെ നോക്കി വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പം 57 കലാപവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു സെഷനാണ്. അപ്പം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഈ പേരടക്കം നമ്മൾ പറഞ്ഞു പോയതാണ്. ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1857 ക്യൂൻസ് പ്രൊക്ലമേഷൻ, ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ഗുഡ് ഗവേൺസ് ഫോർ ഇന്ത്യ ആക്ട് എന്നൊക്കെ ആ പേരിട്ട് വിളിക്കുന്ന ആ ആക്ട് 57 കലാപത്തിന്റെ ഭാഗമായിട്ടാണ് 58 ആക്ട് പാസ്സാക്കപ്പെടുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു, ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. അതിന്റെ പേര് തന്നെ ക്യൂൻസ് പ്രൊക്ലമേഷൻ എന്നാണ്. അതുവരെ ഉണ്ടായിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കുകയും കമ്പനി ഇനി മുതൽ ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ അഫയേഴ്സിനൊന്നും ഇടപെടേണ്ട, ഇനി മുതൽ ഡയറക്റ്റ് ആയിട്ട് ബ്രിട്ടന്റെ ക്യൂൻ ഡയറക്റ്റ് ഭരണം നടത്താനെ കൊണ്ട് ക്യൂനിനെ ചുമതലപ്പെടുത്തുന്ന ആക്ട് കൂടിയാണ് 58 ആക്ട്. അത് വന്നത് 57 കലാപത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഓക്കെ, ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. അപ്പം അതുവരെ ഉണ്ടായിരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്, കോർട്ട് ഓഫ് കൺട്രോൾസും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ആണ്. അങ്ങനെ കോർട്ട് ഓഫ് കൺട്രോൾസിനെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും അബോളിഷ് ചെയ്യുകയും ഗവർണറിനെ അല്ലെങ്കിൽ വൈസ്രോയി എന്നൊരു പോസ്റ്റ് പുതുതായി രൂപീകരിക്കുകയും വൈസ്രോയിയെ സഹായിക്കാനെ കൊണ്ട്
സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നൊരു ഓഫീസ് സൃഷ്ടിക്കപ്പെടുന്നതും ഈ പറയുന്ന 1857 കലാപത്തിന്റെ ഭാഗമായി വരുന്ന 58 ആക്ടിനകത്താണ്. ഓക്കെ. ഇനി സാമുദായിക പ്രാതിനിധ്യവും ഡയാർക്കിയും നിലവിൽ വന്നു. സാമുദായിക പ്രാതിനിധ്യം എന്ന് പറയുന്നത് കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ആണ്. നമുക്കറിയാം കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ വരുന്നത് ആദ്യമായി വരുന്നത് 1909 മിന്റോ മോർലി റിഫോംസിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലോർഡ് മിന്റോയെ എന്തെന്ന് വിളിക്കുന്നു, ഫാദർ ഓഫ് കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ എന്നൊക്കെ നമ്മൾ ലോർഡ് മിന്റോയെ വിളിക്കുന്നുണ്ട്. 1909 മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊണ്ടുവരുന്നു. ഡയാക്കി വരുന്നത് 1919 മുണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസിലാണ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4ാമത്തെ ഓപ്ഷൻ ആണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. ഉത്തരം സി. ഓക്കെ, അടുത്ത ഗവേണൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കുറച്ച് ഫാക്ച്വൽ ചോദ്യമാണ്. ഇതിനകത്ത് ഇതിന് ഉത്തരം വരുന്നത് ഇത് രണ്ടുമാണ് ശരി. ഓക്കെ, അപ്പം ആൻസർ ബി ആണ്. എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ ഗവൺമെന്റ് ആരംഭിച്ച ഒരു സംരംഭമാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ. ഈ ഇനി വരുന്ന പരീക്ഷകൾക്കാണെങ്കിലും ഇത്തരത്തിൽ ഇ ഗവേണൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ നന്നായി പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഓക്കെ, താഴെ പറയുന്ന ഏത് വകുപ്പുകളാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്? ഇത് നമുക്ക് ഫാക്ച്വലായി പഠിച്ചു വെക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഡൗട്ട് വരുന്ന ഓപ്ഷനുകളാണ് കൊടുത്തിട്ടുള്ളത്. കേന്ദ്ര ഇ ഗവേണൻസ് വകുപ്പും ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജിയും ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നതിനകത്ത് അല്ലെങ്കിൽ ഒരു പ്ലാൻ തുടങ്ങുന്നതിനകത്ത് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1 and 2 ആണ്. ഓക്കെ, 22ാമത്തെ ചോദ്യമാണ്. 22ാമത്തെ ചോദ്യത്തിനകത്ത് നമ്മുടെ RTA ആക്ട് സെക്ഷൻ 24 ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്, ചില സംഘടനകളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരം നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. അപ്പൊ നമ്മൾ എപ്പോഴും കുറച്ച് എക്സെപ്ഷൻസ് പഠിക്കുന്നതാണ്. കാരണം ചിലവരെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവർ ചില സർട്ടൈൻ കേസസിനകത്ത് അവർ മസ്റ്റായിട്ട് ആ ഡീറ്റെയിൽസ് തന്നേ പറ്റൂ. നമുക്ക് ഇതിനകത്തൊന്ന് നമുക്ക് ഓപ്ഷൻ വെച്ച് നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇപ്പൊ പോലീസിങ്ങുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ഇപ്പൊ നമുക്ക് നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങൾ തരണ്ട എന്ന് തന്നെ RTA ആക്ടിൽ പറയുന്നുണ്ട്. പോലീസിങ്ങുമായി ബന്ധപ്പെട്ട് അവരെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ തരണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ കഴിയില്ല. പക്ഷേ ഈ 2 ഓപ്ഷൻ നോക്കുക, അഴിമതി, മനുഷ്യാവകാശ ലംഘനങ്ങൾ. നമുക്കിത് ലോജിക്കലായി എടുത്തുകൊണ്ട് ഈ അഭിമാനക്കൊലയും ഒരു ഡൗട്ട് വരും. ഓക്കെ, അപ്പൊ ഇതിന് ഉത്തരം വരുന്നത് ഈ 2ഉം 3ഉമാണ്. ഓപ്ഷൻ ബി ആണ്. അഴിമതിയും മനുഷ്യാവകാശ ലംഘനങ്ങളുമാണ് ഈ പറയുന്ന താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ഈ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ബാധകമായി വരുന്നത് കറപ്ഷന്റെ കേസിലും ഈ പറയുന്ന മനുഷ്യാവകാശ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷന്റെ കേസിലുമാണ് കൃത്യമായിട്ടും അവർ വിവരങ്ങൾ തരേണ്ട ഒരു സാഹചര്യം ഉള്ളത്. ഓക്കെ, അടുത്തത് പൊളിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ആന്റി ഡിഫെക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 1985 ഇത് ഭരണ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ചേർക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി വരികയും ആയാറാം ഗയാറാം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കുന്നതാണ്. ഇപ്പം നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിലൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പം ആയാറാം ഗയാറാം എന്നൊരു 1-2 ഇൻസിഡൻസ് വരികയും അങ്ങനെ ആന്റി ഡിഫെക്ഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കൂറുമാറ്റം എന്ന് പറയുന്ന പുതിയൊരു നിയമം കൊണ്ടുവരികയും അത് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ചേർക്കുകയും ചെയ്തിട്ടുള്ള വർഷമാണ് 1985. ഓക്കെ, 52ാം ഭേദഗതി നിയമമാണ്. പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റുകളൊക്കെ നമ്മൾ പഠിക്കാൻ എപ്പോഴും പറയുന്നതാണ്. പ്രധാനപ്പെട്ട 42nd, 44th, 52nd, 86, 73, 74 അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പിന്നീട് 10th ഷെഡ്യൂളിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതെ, 10ാമത്തെ ഷെഡ്യൂൾ എപ്പോഴും നമ്മൾ പഠിക്കുന്നതാണ്. 10th ഷെഡ്യൂളിലാണ് ആന്റി ഡിഫെക്ഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സിമ്പിളായ ചോദ്യമാണ്, എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓക്കെ, അടുത്തത് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ വകുപ്പ് വൽക്കരണവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതായത് 4 പീസ് എന്തൊക്കെയാണ്? നമുക്ക് ഇതിനകത്ത് ഒന്നും അറിയാത്തവർക്ക് പോലും നമുക്ക് ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ഓപ്ഷനിലേക്ക് ഒന്ന് പോവുക.
ഉദ്ദേശം, സ്ഥാനക്കയറ്റം, പ്രക്രിയ, വ്യക്തികളും സ്ഥലങ്ങളും. ഇതിനകത്ത് നമുക്കൊരു നെഗറ്റീവായി നമുക്ക് നെഗറ്റീവ് അല്ല ഒരു നെഗറ്റീവായി നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് ഈ പറയുന്ന സ്ഥാനക്കയറ്റം എന്നതാണ്. നമുക്ക് ബാക്കി മൂന്നെണ്ണത്തെ നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാം. ഒന്നെങ്കിൽ ഈ പറയുന്ന 1, 3, 4 ഉത്തരമായിട്ട് വരണം, അല്ലെങ്കിൽ 2 മാത്രം ഉത്തരമായിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2നെ ഈസി ആയിട്ട് ഒഴിവാക്കാൻ കഴിയും. ഉത്തരം സി ആണ്. സ്ഥാനക്കയറ്റം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു വകുപ്പ് ഡിപ്പാർട്ട്മെന്റലൈസേഷന്റെ ഒരു അടിസ്ഥാനമായിട്ട് വരണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ കഴിയില്ല. സ്ഥാനക്കയറ്റമല്ല 4P-ക്കകത്തുള്ളത്. ഉദ്ദേശം, പ്രക്രിയ, വ്യക്തികളും സ്ഥലങ്ങളും തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, 25ാമത്തെ ചോദ്യം കറണ്ട് അഫയർ ആണ്. ഇതിനകത്ത് ഉത്തരം വരുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ എന്നതാണ്. നമുക്ക് ഇനി വരുന്ന പരീക്ഷകൾക്കാണെങ്കിലും ഇത്തരത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള വർഷങ്ങളുടെ പ്രത്യേകത, ദിനങ്ങളുടെ മുദ്രാവാക്യങ്ങൾ, ദിനങ്ങളുടെ പ്രമേയം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന ഡിഗ്രി പ്രിലിംസിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം കൃത്യമായിട്ടും അതൊക്കെ പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. 26ാമത്തെ ചോദ്യം പൊളിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. ഇതിനകത്ത് 73ാം ഭേദഗതി 73ാം ഭേദഗതി നമ്മൾ ജസ്റ്റ് മുമ്പ് സൂചിപ്പിച്ചതാണ്. 73ാം ഭേദഗതി എന്ന് പറയുന്നത് നമുക്കറിയാം പഞ്ചായത്തുമായി ബന്ധപ്പെട്ടാണ്. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഈ നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനം തിരിച്ചറിയുക. അതായത് ഇത് ചോദിച്ചിട്ടുള്ളത് നമ്മൾ 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൊണ്ടുവന്ന പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ താഴെ തന്നിട്ടുള്ളതിൽ നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഓക്കെ നമുക്ക് നോക്കാം. ഈ തന്നിരിക്കുന്ന ഒന്നെങ്കിൽ ഈ 4 സ്റ്റേറ്റുകളും ഒരുമിച്ച് വരും. കാരണം 4 സ്റ്റേറ്റുകളും സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റുകളുടെ 3 സ്റ്റേറ്റുകൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റും 1 സ്റ്റേറ്റിന് നമ്മൾ സ്പെഷ്യൽ കാറ്റഗറി കൊടുക്കുന്ന സ്റ്റേറ്റുമാണ്. ഇപ്പം ജമ്മു കാശ്മീർ എന്ന് പറയുമ്പോൾ 370 എടുത്ത് കളഞ്ഞത് കൊണ്ട് ചില ആൻസർ കീക്കകത്ത് കിടക്കുന്ന കണ്ടു. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ ആൻസർ കീക്കകത്ത് ജമ്മു കാശ്മീർ ഇല്ലാത്ത ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ പ്രൊവിഷണൽ ആൻസർ കീക്കകത്ത് ജമ്മു കാശ്മീർ അടക്കമുള്ള സ്റ്റേറ്റുകളുടെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുമോ ഇല്ലെന്ന് അറിയില്ല. ഇപ്പൊ 370 ക്യാൻസൽ ചെയ്തതിന് ശേഷം എന്താണ് അവസ്ഥ എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. എന്നിരുന്നാൽ പോലും ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ നാഗാലാൻഡ്, മിസോറാം, മേഘാലയ സ്റ്റേറ്റുകൾ നമുക്കറിയാവുന്നതുപോലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളാണ്. അവിടെ ഈ പറയുന്ന പെസ ആക്ട് പോലെയുള്ള പഞ്ചായത്ത് രാജ് എക്സ്റ്റൻഷൻ ആക്ട് പോലെയുള്ള മറ്റു ചില നിയമങ്ങൾ കൂടിയുണ്ട്. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരും നിലവിൽ ചില പ്രത്യേക അധികാരങ്ങൾ ആ സ്റ്റേറ്റിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, 27ാമത്തെ ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്ത രണ്ട് ഡേറ്റുകളാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ക്ലാസ്സുകളിൽ നിരന്തരം പറയുന്നതാണ്. ഇത് പ്രിയാമ്പിളിൽ കൊടുത്തിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. നവംബർ 26, 1949. അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഈ പറയുന്ന പ്രിയാമ്പിളിനെ അംഗീകരിക്കുന്ന ദിവസം, നമ്മുടെ പ്രിയാമ്പിളിനല്ല കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിക്കുന്ന ദിവസം ഈ ഡേറ്റ് തന്നെയാണ് നമ്മൾ പ്രിയാമ്പിളിലും കൊടുത്തിട്ടുള്ളത്. നവംബർ 26, 1949. ഇത് നിലവിൽ വരുന്നത് നടപ്പിലാക്കുന്നത് ജനുവരി 26, 1950. ആ ദിവസത്തെ നമ്മൾ ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ആയിട്ടൊക്കെ നമ്മൾ ആചരിക്കുന്നു. ഉത്തരം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാണ്. അതായത് എമർജൻസിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം 3 ടൈപ്പ് എമർജൻസി ആണുള്ളത്. ആർട്ടിക്കിൾ 352, ആർട്ടിക്കിൾ 356, ആർട്ടിക്കിൾ 360.
ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത് ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി വരണം, അതായത് പ്രസിഡൻഷ്യൽ രീതി എപ്പോഴാണ് എമർജൻസി കൊണ്ടുപോയി സ്റ്റേറ്റ് എമർജൻസി എപ്പോഴാണ് കൊടുക്കാൻ അല്ലെങ്കിൽ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ആർട്ടിക്കിൾ 352 പറയുന്നത് നാഷണൽ എമർജൻസി ആണ്. ആർട്ടിക്കിൾ 360 പറയുന്നത് ഫിനാൻഷ്യൽ എമർജൻസി ആണ്. ഇത് ആർട്ടിക്കിൾ 356 ആണ് ഒരു സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡൻസ് റൂളിനെ പറ്റി പറയുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആർട്ടിക്കിൾ 356. ഓക്കെ, ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ മിനി റിവിഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി. അപ്പോൾ നമ്മൾ ഈ വാക്കുകൾ, ഈ മിനി റിവിഷൻ എന്ന വാക്ക് നമ്മൾ അധികം പരിചയപ്പെട്ടിട്ടില്ല. നമ്മൾ എപ്പോഴും കേൾക്കുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്കാണ്. മിനി റിവിഷൻ എന്ന് പറയുമ്പോൾ പല ആളുകളും 44ാം ഭേദഗതി എടുക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. മിനി റിവിഷൻ എന്ന് പറയുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അല്ലെങ്കിൽ ഒന്നുകൂടി കുറെ കാര്യങ്ങൾ, ഒരുപാട് ആർട്ടിക്കിൾസിനകത്തും കുറെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അടക്കം ആഡ് ചെയ്ത അമെന്റ്മെന്റ് ആണ് 42nd അമെന്റ്മെന്റ്. ആൻസർ 42nd അമെന്റ്മെന്റ് ആണ്. അപ്പം നമ്മൾ വീണ്ടും വീണ്ടും പറയുക, ഇപ്പം ഏകദേശം 3 ചോദ്യങ്ങളാണ് പ്രധാനപ്പെട്ട അമെന്റ്മെന്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട അമെന്റ്മെന്റുകൾ കൃത്യമായിട്ടും പഠിച്ചിട്ട് തന്നെ വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഓക്കെ, 30ാമത്തെ ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17. ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ടും പഠിക്കും. ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത് പിന്നീട് വന്ന, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയതിനു ശേഷം പിന്നീട് വന്നൊരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ഗാന്ധിജി സിന്ദാബ എന്നൊക്കെ വിളിച്ചുകൊണ്ട് പാസാക്കിയ ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. ഈ ഗാന്ധിയുമായി ബന്ധപ്പെട്ടൊക്കെ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ അല്ലെങ്കിൽ അൺടച്ചബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. ഇത്തരത്തിൽ താഴെ കൊടുത്തവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിന്റെ മലയാള പരിഭാഷയായ പദരൂപം ഏത് എന്നാണ്. ആ ചോദ്യത്തിന്റെ അർത്ഥം, മലയാള ഭാഷയിൽ ധാരാളം പ്രാദേശിക ഭേദങ്ങളുണ്ട്. നമ്മൾ അതിനെ പറയുന്നത് ഡയലക്റ്റിക്സ് എന്നാണ്, പ്രാദേശിക ഭേദം. പക്ഷേ പൊതുവായി മലയാള ഭാഷയ്ക്ക് ഒരു ഏകതാന സ്വഭാവം ഉണ്ട്. അതാണ് ഇവിടെ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ അതില് സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിന്റെ മലയാള പരിഭാഷ, ശരിയായ മലയാള പരിഭാഷയുടെ പദരൂപം ഏത് എന്നാണ്. ഇവിടെ നമുക്ക് എ മാതൃഭാഷ, ബി മാനക ഭാഷ, സി ദേശീയ ഭാഷ, ഡി കൃത്രിമ ഭാഷ, ഇങ്ങനെ 4 ഓപ്ഷനാണുള്ളത്. മലയാളത്തിന്റെ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിന്റെ പദരൂപം മാനക ഭാഷ എന്നതാണ്. മാനക ഭാഷ എന്നതാണ്. അത് ശ്രദ്ധിക്കണം. മാനക ഭാഷ എന്നതാണ് അതിന്റെ പദരൂപം. മാനക ഭാഷ എന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, പ്രേക്ഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം തിരഞ്ഞെടുക്കുക. നോക്കണം, പ്രേക്ഷകൻ എന്നുമുണ്ട്, പ്രേക്ഷകൻ എന്നുമുണ്ട്. പ്രേക്ഷകൻ എന്ന വാക്കിന്റെ അർത്ഥം കൊടുത്തയക്കുന്നയാൾ അല്ലെങ്കിൽ പറഞ്ഞയക്കുന്നയാൾ എന്നൊക്കെയാണ്. പ്രേക്ഷകൻ കാണുന്നയാളാണ്. പ്രേക്ഷകനും പ്രേക്ഷകനും ഉണ്ട്. അവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രേക്ഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം തിരഞ്ഞെടുക്കുക. എ പ്രേക്ഷിക, അത് തെറ്റായ രൂപമാണ്. പ്രേക്ഷക, പ്രേക്ഷിത, പ്രേക്ഷകി. ഇതില് ശരിയായ രൂപം പ്രേക്ഷക എന്നതാണ്. പ്രേക്ഷക, പ്രേക്ഷകൻ, പ്രേക്ഷക,
പ്രേക്ഷകൻ, പ്രേക്ഷിക എന്നാവും. ഇവിടെ പ്രേക്ഷകൻ ആയതുകൊണ്ട് ശരിയായ രൂപം പ്രേക്ഷക എന്നതാണ്. സി ആണ് ശരിയായ ഉത്തരം. 3, താക്കോൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? പദം പിരിക്കുന്നത് എങ്ങനെയാണ് എന്നതാണ്. 1 എ, താ അധികം കോൽ, താഴ് അധികം കോൽ, താക്ക് അധികം കോൽ, താ അധികം കോൽ. നമുക്കറിയാം പദം പിരിച്ചെഴുതുമ്പോൾ പൂർവപദവും ഉത്തരപദവും അർത്ഥയുക്തമായിരിക്കണം. ചിലപ്പോൾ പൂർവപദത്തിൽ ഒരു ധാതു മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ എങ്കിലും അതിന് ഒരു അർത്ഥ വ്യക്തത ഉണ്ടാകണം. അർത്ഥവ്യക്തത ഉണ്ടാകുന്നത് പോലെയാണ് തിരിച്ചെഴുതേണ്ടത്. അപ്പൊ താ അധികം കോൽ എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. അവിടെ നിങ്ങൾ ബാക്കിയുള്ള നോക്കി അറിയാം. അവിടെ ആകെ നമുക്ക് ഒരു യുക്തിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് താഴ് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് ശരിയായ ഒരു രൂപമായി ശരിയായ അർത്ഥം ഉള്ള ഒരു പദമാണ് താഴ്. അപ്പോ താഴ് അധികം കോൽ, താക്കോൽ എന്ന് വരുന്നത് താഴ് അധികം കോൽ എന്ന പദം പിരിക്കുന്നതാണ്. അത് ഈ ബി ആണ് അതിന് ശരിയായ ഉത്തരം. താക്കോൽ എന്ന പദം തിരിച്ചെഴുതുന്നത് താഴ് അധികം കോൽ എന്നതാണ്. താഴ് അധികം കോൽ എന്നതാണ് ശരിയായ ഉത്തരം. അടുത്തത് 94. താഴെ കൊടുത്തവയിൽ ശരിയായ പദരൂപം ഏത് എന്നാണ്. 4 ചോയ്സ് നമുക്കിവിടെ കാണാം. അതിന് ചില അക്ഷരങ്ങൾക്ക് വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കണം. വിദ്യാർത്ഥി, 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 ഇങ്ങനെയാണ്. അതെല്ലാം അക്ഷരങ്ങൾക്ക് വ്യത്യാസം ഉള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. പദത്തിൻ്റെതായ അർത്ഥം കിട്ടണത് എങ്ങനെയാണ്? ശരിയായ പദങ്ങൾ യോജിക്കുമ്പോഴാണ്. വിദ്യയെ അർത്ഥിക്കുന്നവനാണ് വിദ്യാർത്ഥി. വിദ്യ അറിവ്, അർത്ഥിക്കുക ചോദിക്കുക, യാചിക്കുക എന്നൊക്കെ അർത്ഥം, അല്ലെങ്കിൽ നേടുക. അപ്പൊ വിദ്യയെ അർത്ഥിക്കുന്നവൻ, അർത്ഥന, പ്രാർത്ഥന എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? പ്രാർത്ഥന പ്രകർഷേണ നമ്മൾ അർത്ഥിക്കുന്നതാണ്. ഈശ്വരനോട് സവിശേഷമായ രൂപത്തിൽ ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ തായും ധായും ചേർന്നിട്ടാണ്. പിന്നെ എന്താ? പിന്നെ ഉള്ളത് വിദ്യയാണ്. അപ്പൊ വിദ്യ എന്നുള്ളത് ഈ എ എന്നുള്ളത് ശരിയായ ഉത്തരമല്ല. സി ശരിയായ ഉത്തരമല്ല. ബി ശരിയായ ഉത്തരമല്ല. അവിടെ വിദ്യാർത്ഥി എന്നത് ശരിയായ ഉത്തരം, ശരിയായ പദരൂപം ഡി ആണ്. വിദ്യാർത്ഥി എന്നതാണ് ശരിയായ പദരൂപം. ഇനി അടുത്തത് നമുക്ക് 95 പോകാം. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. 4 ചോയ്സ് ഉണ്ട്, എ ബി സി ഡി. അന്യരുടെ കുറ്റം പരസ്യമായി വെട്ടിത്തുറന്ന് പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. അപ്പോ അവിടെ എ എന്ന വാക്യത്തില് നമുക്ക് ഒരു ദോഷം കാണാം. ആ ദോഷത്തിന് നമ്മൾ പറയുന്ന പേര് പുനരുക്തി എന്ന ദോഷമാണ്. അതായത് ഒരു അർത്ഥമുള്ള പദം സമാനാർത്ഥമുള്ള മറ്റൊരു പദവും കൂടി ചേർന്ന് അവിടെ വരുന്നുണ്ട്. പരസ്യമായി എന്നതിന് വെട്ടിത്തുറന്ന് എന്നർത്ഥം. അതാണ്, രണ്ടും സമാന അർത്ഥമുള്ള പദങ്ങളാണ്. അപ്പൊ സമാന അർത്ഥമുള്ള പദങ്ങളെ ആവർത്തിച്ച് ആ വാക്യത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ വാക്യം തെറ്റാണ്. അന്യരുടെ കുറ്റം പരസ്യമായി തുറന്നു പറയുന്നത്, അവിടെയും പരസ്യമായി തുറന്ന്, രണ്ടും സമാന അർത്ഥമുള്ളതാണ്. പരസ്യമാക്കുക എന്ന് പറഞ്ഞാൽ തുറന്നു പറയുക, മറയില്ലാതെ പറയുക. തുറന്നു പറയുക എന്നതും സമാനമായ അർത്ഥമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവിടെയും സമാനമായ അർത്ഥമുള്ള വ്യത്യസ്ത പദങ്ങൾ പുനരുക്തി എന്ന ദോഷത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ബി എന്നതും ശരിയല്ല. അടുത്തതും സി എന്നത് നമുക്ക് നോക്കാം. അന്യരുടെ കുറ്റം വെട്ടിത്തുറന്ന് പരസ്യമായി പറയുന്നത് നല്ല നയമല്ല. വെട്ടിത്തുറന്ന് പരസ്യമായി, അവിടെയും വെട്ടിത്തുറന്ന് പറയുക, മറയില്ലാതെ പറയുക എന്നതാണ് അർത്ഥം. പരസ്യമായി പറയുക എന്നതും തുറന്നു പറയുക എന്നതും സമമായ അർത്ഥമാണ്. അപ്പോ അവിടെയും ആ പുനരുക്തി എന്ന വാക്യദോഷമുണ്ട്. സി എന്നതും ശരിയല്ല. ഡി നമുക്ക് പരിശോധിക്കാം. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. അവിടെ നമുക്ക്
മറ്റ് ദോഷങ്ങളൊന്നും ആ വാക്യത്തിൽ കാണാൻ സാധിക്കുന്നില്ല. വളരെ കൃത്യമായി ആവർത്തിക്കാതെ പുനരുക്തി എന്ന ദോഷം മറ്റു വാക്യദോഷങ്ങളൊന്നും ആവർത്തിക്കാതെ വളരെ വ്യക്തതയായി ആ വാക്യം ഒരു അർത്ഥത്തെ നിവേദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അർത്ഥത്തെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ശരിയായ ഉത്തരം, ശരിയായ വാക്യം ഡി ആണെന്ന് നമുക്ക് പറയാം. ശരിയായ വാക്യം ഡി ആണ്. അപ്പോ അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം എന്ന ഡി ഉത്തരമാണ് അതിന്റെ ശരിയായ ഉത്തരം. 95 ഉത്തരം ഡി ആണ്. അടുത്തത് 96. താഴെ കൊടുത്തവയിൽ ബഹുവചന രൂപം അല്ലാത്തത് ഏത്? എ മാരാർ, ബി അവർ, സി ധീരർ, ഡി ചിലർ. ഇതിൽ അർ എന്നത് ബഹുവചന രൂപമാണ് എന്ന് നമ്മൾ പലരും ധരിക്കാറുണ്ട്. പക്ഷേ അർ എന്നത് പൂജക ബഹുവചനത്തിലും ഉപയോഗിക്കാറുണ്ട്. അതായത് ആദരണീയരായ അല്ലെങ്കിൽ പൂജിക്കപ്പെടേണ്ടവരായ ബഹുമാന സൂചകമായി നമ്മൾ അർ എന്ന പ്രത്യയം ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അർ എന്നത് ബഹുവചന രൂപം മാത്രമല്ല, അത് പൂജക ബഹുവചന രൂപം കൂടിയാണ്. ഉദാഹരണമായിട്ട് ഭീഷ്മർ, കൃപരർ, വൈദ്യർ, ഇങ്ങനെ അർ എന്നത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോ മാരാർ, മാരാർ എന്നുള്ളതിന് മാരാർ ഒരു സമുദായമാണ്, അത് ബഹുമാന സൂചകമായി ഉപയോഗിക്കുന്നതാണ്, അത് ബഹുവചന രൂപം അല്ല. ധീരർ എന്നുള്ളത് ധാരാളം ധീരന്മാര്, അവർ ദേ എന്ന അർത്ഥത്തിലാണ്, അതും നമ്മുടെ ബഹുവചന രൂപത്തില് ആണ്. ചിലർ എന്നുള്ളതും ബഹുവചന രൂപത്തിലാണ്. ബഹുവചന രൂപം അല്ലാത്തത് അതില് മാരാർ എന്നതാണ്, അത് പൂജക ബഹുവചനമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഉത്തരം എ ആണ് ശരിയായത്. ഉത്തരം എ ആണ് ശരിയായത്. അടുത്തത് നോക്കുക, ഒരു പദം ആണ്. ആ പദത്തിന്റെ ഘടകപദങ്ങളായി വേർതിരിക്കുന്നത് എങ്ങനെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാർവതി ജാനി എന്നാണ് ആ പദം. പാർവതി എന്ന് വെച്ചാൽ പർവ്വതത്തിന്റെ പുത്രി പാർവതി എന്നാണ്. ജാനി എന്ന പദം ഘടകപദങ്ങളായി വേർതിരിക്കുന്നത് എങ്ങനെ എന്നാണ് ചോദ്യം. അപ്പൊ അവിടെ നോക്കുക, പാർവതിയിൽ ജനിച്ചവൻ എന്നർത്ഥം ഉണ്ടോ? അതിനില്ല. പാർവതിയുടെ ജനനിയായിട്ടുള്ളവൾ എന്നർത്ഥമുണ്ടോ? ജാനി എന്നത് ജായ, അഗ്നി എന്നർത്ഥത്തിലാണ്. പാർവതി ജായയായിട്ടുള്ളവൻ, പാർവതി ഭാര്യയായിട്ട് ജായ എന്ന പദത്തിന് ഭാര്യ എന്ന അർത്ഥമാണ്. ജാനി എന്നത് ജായ എന്ന പദത്തിന്റെ അർത്ഥം തന്നെയാണ്. ഡി പാർവതിയുടെ ജനകനായിട്ടുള്ളവൻ, അത് പാർവതി ജനകനാണ്. ഇവിടെ പാർവതി ജാനി എന്നാണ് ചോദ്യം. അതിന്റെ ഘടകപദങ്ങൾ വേർതിരിക്കുന്നത് പാർവതിയുടെ ജായയായിട്ട് ഉള്ളവൻ എന്നർത്ഥത്തിലാണ്. അത് ഉത്തരം സി ആണ്. ഉത്തരം പാർവതിയുടെ ജായയായിട്ട് ഉള്ളവൻ ആരാണോ അവൻ, അതാണ് പാർവതി ജായയായിട്ടുള്ളവൻ, ശിവൻ. അതാണ് അതിന്റെ ഉത്തരം. പാർവതി ജായയായിട്ടുള്ളവൻ എന്നതാണ് ഉത്തരം. അടുത്തത് 98 സി ആണ്. സർപ്പന്യായം. മലയാളത്തില് ധാരാളം ന്യായങ്ങളുണ്ട്, നമുക്കറിയാം. തിലതണ്ടുല ന്യായം, നീലക്ഷീരന്യായം, ഭഗബന്ധകന്യായം, സർപ്പന്യായം. ഇവിടെ ചോദിക്കുന്നത് സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം തിരഞ്ഞെടുക്കുക എന്നത്. ന്യായം എന്ന് പറയുന്നത് നമ്മൾ ചില വിശേഷപ്പെട്ട കാര്യങ്ങളെ വളരെ ചുരുക്കി സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവയാണ് ന്യായങ്ങൾ. അപ്പൊ സർപ്പന്യായം എന്ന് വെച്ചാൽ സർപ്പത്തിന്റെ ചില സവിശേഷതകൾ ചേർന്നിട്ട് ഉണ്ടാകുന്ന ഒരു ന്യായത്തെയാണ് അത് നമ്മൾ പറയുക. ഉള്ളിൽ വിദ്വേഷവും പുറമെ അനുകമ്പയും പ്രകടിപ്പിക്കുക, അത് സർപ്പത്തിന്റെ ഒരു സ്വഭാവമല്ല. സർപ്പത്തിന് പ്രത്യേകിച്ച് വിദ്വേഷം ആരോടും ഉണ്ടാവേണ്ട കാര്യമില്ല, അനുകമ്പയും ഇല്ല.
വലിയവരെ പിന്താങ്ങുക, അവിടെയും നമുക്ക് ആ ന്യായവുമായിട്ട് ചേർക്കാൻ പറ്റുന്നതായിട്ടുള്ള അർത്ഥാന്തരങ്ങളില്ല. അടുത്തത് അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക, അധിക്ഷേപിച്ച് പറയുക. ആ ഡിയും ഒട്ടുമല്ല. പിന്നെ അവിടെ നമുക്ക് സാധ്യതയുള്ളത് ഏകദേശമൊക്കെ നമ്മൾക്ക് ഒരു ലോജിക്കായിട്ട് യുക്തിഭദ്രമായിട്ട് തോന്നുന്നത്. ചില ശൈലികളൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എല്ലാ ശൈലികളും നമുക്ക് വശമാക്കാനും സാധ്യമല്ല. അപ്പോൾ ആ ചോയ്സ് ഒന്ന് വായിച്ചു നോക്കുക, അതിൽ യുക്തിഭദ്രമായത് നോക്കുക. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം സർപ്പന്യായം എന്നത് പലപ്പോഴും സർപ്പം സ്വന്തമായിട്ട് മാളം ഉണ്ടാക്കുന്ന ഒരു ജന്തുവല്ല, അല്ലെങ്കിൽ ഒരു ജീവിവർഗമല്ല. മറ്റാരെങ്കിലും ഉണ്ടാക്കുന്ന മാളത്തിനകത്ത്, മാളം എന്ന് പറഞ്ഞാൽ പൊത്ത്, അതിനകത്ത് സുഖമായി വസിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതാണ് പാമ്പുകളുടെ സ്വഭാവം. മറ്റേതെങ്കിലും ജീവജാലങ്ങൾ, അതായത് മറ്റു കീരിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ജീവജാലങ്ങൾ അവർക്ക് ഉണ്ടാക്കുന്ന പൊത്തുകൾക്ക് ഉള്ളിൽ കയറി താമസിക്കുന്ന സ്വഭാവമുള്ള ജന്തുവർഗമാണ് സർപ്പം. അതുകൊണ്ട് അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക എന്ന അർത്ഥത്തിലാണ് സർപ്പന്യായം എന്ന ന്യായത്തെ മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഉത്തരം സി എന്നതാണ്. അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക എന്നതാണ് അതിന്റെ ശരിയായ ഉത്തരം. അടുത്തത് 99. പ്ര അധികം മാനം എന്നീ ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം ഏത്? പ്ര എന്ന ഉപസർഗം സംസ്കൃതത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പ്ര എന്നതിന് പ്രകർഷേണ എന്നതാണ് അർത്ഥം. സവിശേഷമായ രീതിയിൽ മാനം അളക്കപ്പെട്ടത്, അതാണ് സവിശേഷമായ രീതിയിൽ അളക്കപ്പെട്ടത്. മാനം ചെയ്യുക എന്ന് വെച്ചാൽ അളക്കുക എന്നതാണ്. നമ്മുടെ വസ്തുവകകളൊക്കെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഒരു രജിസ്റ്റർ അല്ലേ, രജിസ്റ്റർ ഓഫീസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അത് അളപ്പിക്കും, വസ്തു അളപ്പിക്കും. അതെങ്ങനെ അളപ്പിക്കുന്നത്? നമ്മളല്ല ചെയ്യുന്നത്, അതിന് യോഗ്യരാക്കപ്പെട്ടവരുണ്ട്. അപ്പോൾ അത് സവിശേഷമായ രീതിയിൽ ആധികാരികമായി മാനം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ പ്രകർഷേണ മാനം ചെയ്യപ്പെട്ടത്, സവിശേഷമായ വിധത്തിൽ അളക്കപ്പെട്ടത് എന്നർത്ഥത്തില് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ? പ്രമാണം എന്നാണ്. നമ്മൾ വസ്തുവിന്റെയൊക്കെ പ്രമാണം എന്ന് പറയാറില്ലേ? അപ്പൊ പ്രകർഷേണ മാനം ചെയ്യപ്പെട്ടത് പ്രമാണം എന്നതാണ് ശരിയായ ഉത്തരം. ആ ഉത്തരം ഇവിടെ ഈ ആണ്. പ്ര അധികം മാനം എന്നീ ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം പ്രമാണം എന്നതാണ്. നായായതിന് ചില വ്യാകരണപരമായ സവിശേഷതകളുണ്ട്. അടുത്തത് 100ാമത്തെ ചോദ്യമാണ്. അത് ഒരു പഴഞ്ചൊല്ലാണ്. പഴഞ്ചൊല്ല് പഴയ ചൊല്ലാണ്. പഴയ അധികം ചൊല്ലാണ് പഴഞ്ചൊല്ലാകുന്നത്. ചിലപ്പോൾ അതും ചോദിക്കാറുണ്ട്. ഞാനത് ആ പദം കണ്ടതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പഴഞ്ചൊല്ല് പഴയ ചൊല്ലാണ്. ചില വിശദമായ കാര്യങ്ങളെ വളരെ രത്ന ചുരുക്കത്തിൽ അവതരിപ്പിക്കുവാൻ നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന ചൊല്ലുകളാണ് പഴഞ്ചൊല്ലുകൾ. ഇവിടെ 100ാമത്തെ ചോദ്യത്തില് 1A, കുല പഴുക്കുമ്പോൾ സംക്രാന്തി. അതൊരിക്കലും ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. തുടക്കം തന്നെ ഒടുക്കവുമായി തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ലാണ്. തുടങ്ങുന്നത് എന്ന സമയത്ത് തന്നെ അതിന്റെ ഒടുക്കവുമായി, തുടങ്ങിയപ്പോൾ തന്നെ അതിന്റെ അവസാനവുമായി എന്ന് സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലാണ് ചോദിക്കുന്നത്. വീട്ടിലെ കാര്യവും വലമ്പത്തെ വീമ്പും, അതും യുക്തി ഭദ്രമല്ല ആ ചോദ്യവുമായിട്ട്. അടുത്തത് കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച്, കുറവു തന്നെ വിളയിൽ കൈവച്ചു. ABCD ഇതില് കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച്. കടലാട്ടം വെച്ചാൽ കന്നി പറിക്കല്, കന്നി എന്ന് പറഞ്ഞാൽ വിത്തിടുന്ന സമയത്തുള്ള ആദ്യത്തെ അല്ലേ. കടലാടുക എന്ന് പറഞ്ഞാൽ ആ കിട്ടുന്ന വസ്തുവിനെ ആട്ടുന്നതാണ്. ആട്ടുന്നതിനെയാണ് കടലാട്ടം എന്ന് പറയാറുള്ളത്. അപ്പോൾ അതിനെ ആട്ടുക എന്ന് പറഞ്ഞാൽ അത് പിൽക്കാലത്ത് വിളഞ്ഞ് അതിന്റെ മൂപ്പത്തി പറിച്ചതിന് ശേഷം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. കന്നി പറിക്കുക എന്ന് പറഞ്ഞാൽ നട്ടതിനെ തന്നെ പറിക്കുക. അത് രണ്ടും ഒരുമിച്ച് നടക്കാറില്ല. അപ്പോൾ തുടക്കം തന്നെ ഒടുക്കവുമായി തീരുന്ന ഒരു അവസ്ഥയെ നമുക്ക് സൂചിപ്പിക്കുവാൻ അവിടെ വളരെ ഉചിതമായി തോന്നുന്നത് സി എന്ന ഉത്തരമാണ്.
കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച് എന്ന ഓപ്ഷനാണ് പഴഞ്ചൊല്ലിന്റെ കൃത്യമായ ഉത്തരം. First question is before you. Dash supposed to complete these assignments by afternoon. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, കാരണം ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പൊ എന്തായിരിക്കണം ആൻസർ? Dash supposed to complete these assignments by afternoon. Should I എന്ന് വരത്തില്ല, അതൊരു അഡ്വൈസ് അല്ലല്ലോ. പിന്നെ aren't I എന്ന് തീരെ വരത്തില്ല, കാരണം യു അല്ല. അപ്പോ എന്തായിരിക്കും? Am I supposed to complete these assignments by afternoon? അപ്പൊ തേർഡ് ഓപ്ഷൻ ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? മുൻപോട്ട് പോയിക്കോട്ടെ. Okay. Then next, second question. Students are advised to refrain dash bad company. Bad companyയിൽ നിന്നും വിട്ടു നിൽക്കണമെന്നാണ് സ്റ്റുഡൻസിനെ അഡ്വൈസ് ചെയ്തേക്കുന്നത്. അപ്പം ഓഫ് അല്ല, അഗെയിൻസ്റ്റ് എതിരെ അല്ല, ഫോർ അല്ല, വേണ്ടി എന്നുള്ള അർത്ഥമല്ല, ഫ്രം നിന്നും. അപ്പോ ഓപ്ഷൻ 4 ഫ്രം. സ്റ്റുഡൻസ് ആർ അഡ്വൈസ്ഡ് ടു റീഫ്രെയിൻ ഫ്രം ബാഡ് കമ്പനി. നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ. Now third question. A few workers participated in the strike, comma, dash, question mark. ഇവിടെ ഒരു ചോദ്യമാണ്, ഇവിടെ ഒരു റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിക്കുന്നത്. കുറച്ച് പാർട്ടിസിപ്പന്റ് സ്ട്രൈക്കിൽ പങ്കെടുത്തിട്ടുണ്ട്, അല്ലേ എന്ന അർത്ഥം വരുന്ന വേർഡാണ് ഇവിടെ ചൂസ് ചെയ്യേണ്ടത്. അപ്പോ ഡിഡ് ഡേ വരത്തില്ല, വിൽ ഡേ വരത്തില്ല, ഫ്യൂച്ചർ അല്ല, ഈസിന്റും വരത്തില്ല, സിംഗുലർ അല്ല. അപ്പൊ എന്താണ്? ഡിൻറ്റ് ദേ എന്നാണ് വരുന്നത്, കാരണം പാർട്ടിസിപ്പേറ്റഡ് പാസ്റ്റ് ടെൻസ് ആണ്. ആൻഡ് അല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ്. സോ ഡിൻറ്റ് ദേ, a few workers participated in the strike. Didn't they? So option B, didn't they, is the answer. Stand. അപ്പം where is the bus stand? Present tense ആണ്. Present tense ആവും continuous. Simple present into past, simple past. അപ്പൊ നമുക്ക് ഏത് ഫോർമാറ്റിലാണോ തന്നിരിക്കുന്നത് ഡയറക്റ്റ് സ്പീച്ച്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇൻ ദ ടെൻസ്. നമ്മുടെ ചോദ്യം ഇവിടെ where the bus stand is ആണ്, പ്രസന്റ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ ഇൻഡയറക്റ്റിലോട്ട് ഇടുമ്പം ഇതിന്റെ ടെൻസ് മാറ്റും. അപ്പൊ ഈസ് അങ്ങ് വാസ് ആകും. സോ എങ്ങനെയാണ് ആൻസർ? The young man wanted to know where the bus stand was. നമ്മളുടെ ഡയറക്റ്റ് സ്പീച്ചിലുള്ള was, ഈസ്, നമ്മളുടെ ഡയറക്റ്റ് സ്പീച്ചിലുള്ള ഈസ് ഇൻഡയറക്റ്റിലോട്ട് വരുമ്പോ was ആകും. So the young man wanted to know
where the bus stand was. Option C ആണ് answer. And next one, fifth question. The singer performed. നമുക്ക് ഓരോന്നോരായിട്ട് നോക്കാം. At the concert for 2 hours melodiously. No. പിന്നെ നമ്മൾ ഈ ആൻസർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷിലെ സ്റ്റേറ്റ്മെന്റ്സ്, നമ്മുടെ ഇംഗ്ലീഷിലൊരു സെന്റൻസ് നമ്മൾ എഴുതുമ്പോ അത് SVO പാറ്റേണിലായിരിക്കും. ഒരു പ്ലെയിൻ സെന്റൻസ് അത് SVO, സബ്ജക്ട് ആദ്യം, പിന്നെ നമ്മുടെ വെർബ്, പിന്നെയാണ് ഒബ്ജക്റ്റ് ലാസ്റ്റിലാണ്. അപ്പൊ ഇവിടെ മെലോഡിയസ്ലി, സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. മെലോഡിയസ്ലി ഫോർ 2 hours at the concert. അതും കറക്റ്റ് ആണെന്ന് തോന്നുന്നില്ല. Then for 2 hours melodiously at the concert. The singer performed for 2 hours melodiously at the concert. No, that also does not suit. Then let's come to the fourth option. The singer performed melodiously. Performed, verb, melodiously, adverb. At the concert for 2 hours. At the concert for 2 hours least importance ആണ്. ഒബ്ജക്റ്റ് ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാം. വെർബാണ്. വെർബിന്റെ കൂടെ എപ്പോഴും adverb ജോയിൻ ചെയ്ത് വരും അല്ലെ. പെർഫോംഡ് മെലോഡിയസ്ലി, ആ വെർബിനെ സംബന്ധിക്കുന്ന ഒരു തൊട്ടടുത്ത വേർഡാണ് മെലോഡിയസ്ലി. സോ മെലോഡിയസ്ലി അറ്റ് ദ കൺസേർട്ട് ഫോർ 2 hours. Then option D is the correct answer. Then let's move on to the sixth question. I expressed my strong desire to learn dash kayaking and dash canoeing to know the differences. Once more, let's read. I expressed my strong desire to learn dash kayaking dash canoeing to know the differences. അപ്പം രണ്ടെണ്ണത്തിനെയും കൂടെ ചേർത്ത് പറയുവാണെങ്കിൽ എന്താണ്? ബോത്ത് ആൻഡ്. ഐ എക്സ്പ്രസ്ഡ് മൈ സ്ട്രോങ് ഡിസയർ ടു ലേൺ ബോത്ത്, രണ്ടും എന്നുള്ള അർത്ഥമാണ്. ബോത്ത് കയാക്കിംഗ് ആൻഡ് കനോയിങ് ടു നോ ദ ഡിഫറൻസസ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ 2 ഫോട്ടോസ് ആണ് തന്നേക്കുന്നത്. മണ്ടയ്ക്ക് ഇരിക്കുന്ന ഫോട്ടോയാണ്, ആദ്യം ഇരിക്കുന്ന യെല്ലോ ബോട്ടിലിരിക്കുന്ന ഫോട്ടോയാണ് കനോയിങ്, ആൻഡ് പച്ച ബോട്ടിലിരിക്കുന്ന ഫോട്ടോയാണ് കയാക്കിംഗ്. ദ ഡിഫറൻസ് ഇസ് ദിസ് മച്ച്. കനോയിങ്ങില് നമ്മൾ കാല് നീട്ടി വെച്ചാണ് തുഴയുന്നത്, ആൻഡ് കയാക്കിങ്ങില് മുട്ടിങ്ങനെ മടക്കി നമ്മളിങ്ങനെ കസേര ഇരിക്കുന്ന പോലെ ഇരുന്നാണ് തുഴയുന്നത്, റോ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. സോ രണ്ടും പഠിക്കുക എന്ന രണ്ടും എന്ന അർത്ഥം വരുന്ന ഏതാണ്? ബോത്ത് ആൻഡ്. ഓക്കെ, സോ the seventh question. Now ഇവിടെ ഒരു റോങ് ആയിട്ടുള്ള ഒരു പൊട്ടത്തെറ്റുള്ള ഒരു സെന്റൻസ് ആണ് തന്നിരിക്കുന്നത്. ആ സെന്റൻസ് നമ്മൾ കറക്റ്റ് ആക്കണം. Now let's read the question. There are no less than 50 packets of noodles in the cartoon. There are no less than 50 packets of noodles in the cartoon. ഇത് കറക്റ്റ് ചെയ്യണം. നമ്മൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, there are not less than 50 packets of noodles in the cartoon. The same question തന്നെയല്ലേ? So no. Now next one, there are no fewer than 50 packets of noodles in the cartoon. Okay, let's hold it. Third option, there are not few than 50 packets of noodles in the cartoon. Not few than വരത്തില്ല, അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇല്ല. ഓക്കെ, അത് അപ്പൊ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്തു. Then option D, there are not lesser than 50 packets of noodles in the cartoon. Not lesser than എന്നൊരു എക്സ്പ്രഷനും ഇല്ല. അപ്പൊ എന്തായിരിക്കണം വരേണ്ടത്? B ആണ്. There are no fewer than 50 packets of noodles in the cartoon. There are no fewer than 50 packets
of noodles in the cartoon. Okay. Now, next one. 8th question. Next year, comma, I dash guitar for 20 years. അടുത്ത വർഷം ഞാൻ 20 വർഷത്തിന് വേണ്ടി അല്ലെങ്കിൽ 20 വർഷത്തേക്ക് ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. സോ വിൽ പ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? വായിക്കും. വിൽ ഹാവ് ബീൻ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. Now both options are repeated. Will have been played എന്ന് വരത്തില്ല. Will have been played എന്ന് വരത്തില്ല. എന്താണ് കാരണം? ആ ഫോർമാറ്റ് തെറ്റാണ്. Will have പ്ലസ് ബീൻ പ്ലസ് വെർബ് 1 ing ആണ്. ഇവിടെ നമ്മുടെ പ്ലേ എന്ന് പറഞ്ഞ വെർബ് ing ഫോമിലാണോ? അല്ല. Will not be playing നെഗറ്റീവ് സെന്റൻസും അല്ല. സോ will have been playing റൂളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ റൂളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Will have പ്ലസ് been പ്ലസ് വെർബ് 1 പ്ലസ് ing. ഇവിടെ will have ഉണ്ട്, then been ഉണ്ട്. ബീൻ ഉള്ളത് കൊണ്ട് നമുക്കറിയാം നമ്മളുടെ വെർബിന്റെ കൂടെ ing ഫോം ആയിരിക്കും. സോ പ്ലേയിങ്. The option B is the correct answer. Next year, I will be playing guitar for 20 years. So yes. 9th question. ഈ ക്വസ്റ്റ്യനില് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടായിരിക്കും, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റണം. So the question is, aren't we going to finish the lesson today? Aren't we going to finish the lesson today? So നമുക്ക് നോക്കാം, ഓപ്ഷൻസ് നോക്കാം. Is the lesson going to be finished by us today? നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാല് നമ്മളുടെ ആക്റ്റീവ് ടു പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഏജന്റ് ലാസ്റ്റ് വരും. പാസീവ് വോയിസിലേക്ക് എന്നാണ് ഞാൻ പറഞ്ഞത്. ആക്റ്റീവിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ പാസീവ് വോയിസിൽ ഏജന്റ് ആരാണോ കർത്താവ്, ദ ഡൂവർ ഓഫ് ആക്ഷൻ, ആ ആളങ്ങ് ലാസ്റ്റ് പോകും. ആ ആളുടെ തൊട്ട് മുൻപായിരിക്കും നമ്മൾ ബൈ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഒബ്ജക്റ്റ് എന്താണോ അത് ഏറ്റവും ഫ്രണ്ടിൽ വരും. ആ ഒബ്ജക്റ്റിന്റെ എണ്ണം അനുസരിച്ചാണ് നമ്മൾ ഈസോ ആറോ പ്രസന്റ് ടെൻസിലാണെങ്കിൽ, അല്ലെങ്കിൽ വാസോ വേറോ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ആദ്യം തന്നെ കാണുമ്പോ അറിയാം. ആർ നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ. ഇവിടെ ലെസൺ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒബ്ജക്റ്റ്. അപ്പം ലെസൺസ് എന്നില്ല, ലെസൺ എന്നേ ഉള്ളു. സോ സിംഗുലർ, ഒരു സിംഗുലർ ആയിട്ടുള്ള ഒരു ഓക്സിലറി വെർബ് അല്ലേ കൊടുക്കേണ്ടത്. പ്രസന്റ് ടെൻസിലാണ് 6. The beginning itself we know that the sentence is in the present tense. So നമ്മുടെ ആൻസറും പ്രസന്റ് ടെൻസിലായിരിക്കണം. ടെൻസ് ചേഞ്ച് ചെയ്യരുത്. And according to the number of our object lesson ആണ്, and that is singular. So is the lesson going to be finished by us today? And one more thing my dears, നമ്മളുടെ പാസീവ് വോയിസില് വെർബ് എപ്പോഴും തേർഡ് ഫോമിലായിരിക്കും. ഇവിടെ ഫിനിഷ് എന്നുള്ള ഒരു സെന്റൻസ്, ഒരു വേർഡ് ആണ് സെന്റൻസിൽ, ആക്റ്റീവ് സെന്റൻസിൽ. അത് പാസീവിലോട്ട് വരുമ്പോൾ വെർബ് 3 ആകും. ഫിനിഷ്, ഫിനിഷ്ഡ്, ഫിനിഷ്ഡ്, വെർബ് 1, വെർബ് 2, വെർബ് 3. സോ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് കംസ് ദ ഒബ്ജക്ട് ഇൻ ദ പാസീവ് വോയിസ്, then comes the agent of action അല്ലെങ്കിൽ the doer of action. Just an example for you to understand. Cat killed the mouse. പൂച്ച എലിയെ കൊന്നു. ഇനി നമ്മൾ പാസീവിലേക്ക് വരുമ്പോ പൂച്ച എന്നുള്ളത് നമ്മളുടെ ഏജന്റ് ആണ്, the doer of action ആണ്. ആൻഡ് മൗസ് നമ്മുടെ ഒബ്ജക്റ്റ് ആണ്. എത്രയാണ് എണ്ണം? ഒരെണ്ണമാണ് എണ്ണം. ആൻഡ് കിൽഡ് ദ മൗസ്, നമുക്കിവിടെ ടെൻസ് മനസ്സിലായി. വാസ് കിൽഡ് എന്നുള്ളത് മനസ്സിലായി. കിൽഡ് എന്നുള്ളത് വാസ് കിൽഡ് എന്നായിരിക്കണം എന്ന് മനസ്സിലായി. ബൈ ദ ക്യാറ്റ്. സോ മൗസ് വാസ് കിൽഡ് ബൈ ദ ക്യാറ്റ്. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വാസ് കൊടുത്തത്? ഓൾറെഡി പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി. പിന്നെ
മൗസിന്റെ എണ്ണം എത്രയാണ്? 1 അപ്പൊ ഞാൻ വേറെ എന്തായാലും എഴുതത്തില്ല. സിംഗുലർ ആയിട്ടുള്ള പാസ്റ്റ് ഓക്സിലറി ഏതാണ്? വാസ് ആണ്. സോ മൗസ് വാസ് killed by the cat. So നമ്മുടെ ഓപ്ഷൻ A is the correct answer. In this 9th question, A is the correct answer. Is the lesson going to be finished by us today? Okay. Now the next question. His teacher tried at correcting him by giving valuable advices. His teacher tried at correct him. അങ്ങനെ ഒരു യൂസ് ഇല്ലല്ലോ. അപ്പൊ തന്നെ ചിന്തിക്കണം. His teacher tried at correct him by giving valuable advices. ഈ സെന്റൻസ് തെറ്റാണ്. നമ്മളിത് കറക്റ്റ് ചെയ്യണം. So let's look at the option. His teacher tried to correct him by giving valuable advices. His teacher tried to correct him by giving valuable advices. Let's keep it on hold. And his teacher tried to correct him by giving valuable advices. Then his teacher tried to correct him by giving valuable advices. SES, not the difference. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് അഡ്വൈസ്, CE അഡ്വൈസ് ആണെങ്കിൽ ADVICE, ആ CE വരുന്ന അഡ്വൈസ് ആണെങ്കിൽ അതൊരു നൗൺ ആണ്. He gave me some valuable advice, ഉപദേശങ്ങൾ. ഇനി അഡ്വൈസ് ADVISE, I repeat, ADVISE, SE വരുന്ന അഡ്വൈസ് ആണെങ്കിൽ അതൊരു വെർബാണ്. ഉപദേശിക്കുക എന്നാണ് അർത്ഥം. സോ ഒന്ന് നൗണ് ഉപദേശം ആൻഡ് മറ്റൊന്ന് വെർബ് ഉപദേശിക്കുക. സോ അഡ്വൈസസ് എല്ലാം അതല്ല വരുന്നത്. ആൻഡ് തേർഡ് വൺ, ഹിസ് ടീച്ചർ tried to correct him by giving valuable advice. ഉപയോഗപ്രദമായ ഉപദേശം എന്നാണ്. ഇവിടെ അഡ്വൈസസ് എന്നല്ല, ഉപദേശങ്ങൾ നല്ല അർത്ഥം വരുന്നത്. So then the last option, his teacher tried at correct him by giving valuable advices. Again at correct him എന്ന് വരത്തില്ല. Okay, and ഇവിടെ correct answer C ആണ്. ഈ C ആൻസർ തന്നെ രണ്ടു വട്ടം റിപ്പീറ്റ് ആയിട്ടുണ്ട് ഓപ്ഷൻ എയിലും. So you have to be, നിങ്ങൾ ഓപ്ഷൻ എ എഴുതിയാലും അതുപോലെ തന്നെ, അതായത് ഓപ്ഷൻ സി എഴുതിയാലും ആൻസർ കറക്റ്റ് ആയിരിക്കും. Okay, tried to correct him by giving valuable advice അല്ലെങ്കിൽ advices. Then 11th question. Yesterday Tim parked in a restricted area. Yesterday Tim parked in a restricted area and the police dashed his truck. Now you have to choose the word that best completes the sentence. From ആ ഡാഷില് മീനിങ്ങിന്, നേരത്തെ പറഞ്ഞ സെന്റൻസിന്റെ മീനിങ്ങുമായിട്ട് യോജിക്കുന്ന ഒരു വേർഡാണ് നമ്മൾ പിക്ക് ഔട്ട് ചെയ്യേണ്ടത്. ഇംപൗണ്ടഡ് എന്ന് പറഞ്ഞാൽ കരസ്ഥമാക്കുക. ഓക്കെ, കരസ്ഥമാക്കുക അല്ലെങ്കിൽ പിടിച്ചെടുക്കുക എന്നാണ് അർത്ഥം. ഇംപ്രിസൺഡ് എന്ന് പറഞ്ഞാലോ ജയിലിലാക്കുക. ഒരിക്കലും കാറിനെ നമ്മൾ ജയിലിലാക്കത്തില്ല. ഇംപെയിൽഡ് എന്ന് പറഞ്ഞാലോ, ഇംപെയിൽഡ് എന്ന് പറഞ്ഞാലും വേറെ ഒരു അർത്ഥമാണ്. ഇന്റേൺഡ് എന്ന് പറഞ്ഞാലോ, ഇന്റേൺഡ് എന്ന് പറഞ്ഞാൽ ഇന്റേൺ ചെയ്യുക. ആൻഡ് സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി impounded. So impounded correct answer കിട്ടുമ്പോൾ തന്നെ അതങ്ങ് കറക്റ്റ് ചെയ്ത് പോയിക്കോളുക. So the first option A is the correct answer. To seize meaning എന്താണ്? To seize or take possession of something. Okay, and നേരത്തെ ഞാൻ ഇവിടെ പറഞ്ഞു impaled. Impailedന്റെ മീനിങ് എന്താണ്? Impailedന്റെ മീനിങ് എന്ന് പറഞ്ഞാല് ഒരു സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ തുടച്ച് ഫിക്സ് ചെയ്യുക, എന്തെങ്കിലും ആങ്കർ ചെയ്യുക.
പിടിച്ച് തുളച്ച് ഫിക്സ് ചെയ്യുക. നമ്മളുടെ ജീസസ് ക്രൈസ്റ്റിനെ ഒക്കെ വുഡിൽ ഇംപെയിൽ ചെയ്യുമായിരുന്നു. ഓക്കെ, ആൻഡ് then the next word is intern. അതും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്റേണിന്റെ മീനിങ് എന്താണ്? കൺഫൈൻ ചെയ്യുക അല്ലെങ്കിൽ ഡീറ്റൈൻ ചെയ്യുക, കൺഫൈൻ ചെയ്യുക. ഓക്കെ, അതും ഇംപ്രിസൺഡ് അതേ ഷെയ്ഡ് ഉള്ള ഒരു മീനിങ് ആണ്. സോ അതല്ല അതിന്റെ മീനിങ് വരുന്ന ആൻസർ. സോ ഇംപൗണ്ടഡ് പിടിച്ചെടുക്കുക, കോൺഫിസ്കേറ്റ് ചെയ്യുക, വേറൊരു വാക്കും കൂടെ ഉണ്ട്, കോൺഫിസ്കേറ്റ്, പിടിച്ചെടുക്കുക, to take possession of something. And now let's move on to the next question. I was dash when they rang up and informed that I had won a lottery. So in the meaning ആണ്, choose the correct idiom or the idiomatic expression. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? അപ്പം ഇത് അറിയാവുന്ന ഒരാളാണെങ്കിൽ പറയും. ഓക്കെ, am I visible dears? Okay, yes. ഓക്കെ, ഇത് അറിയാവുന്ന ഒരാളാണെങ്കിൽ പറയും ഓൺ ക്ലൗഡ് 9. ഓൺ ക്ലൗഡ് 9ന്റെ മീനിങ് എന്താണ്? ഭയങ്കര ഹാപ്പി ആയിരിക്കുക എന്നാണ് അതിന്റെ മീനിങ്. And it was her first appearance. 13th question. It was her first appearance. In public as a performer in Bollywood movies. Give one word for the word in italics. Appearance. ഇവിടെ ഐറ്റലൈസ് ചെയ്തത് അപ്പിയറൻസിനെയാണ്. ഐറ്റലൈസ് ചെയ്യാൻ പോകുന്നത് അപ്പിയറൻസിനെയാണ്. സോ അതിന്റെ എന്തായിരിക്കും അർത്ഥം വരുന്നത്? ഡെബ്യൂ. കൾമിനേഷൻ എന്ന് പറഞ്ഞാൽ വന്ന് ഭവിക്കുക, വന്ന് തീരുക, റിസൾട്ടിൻ. ഓംനി പ്രസൻസ് എന്ന് പറഞ്ഞാൽ ദൈവം എല്ലായിടത്തും ഇല്ലേ, എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരാളാണ് ദൈവം, തൂണിലും തുരുമ്പിലും. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാലോ പ്രത്യേക സൃഷ്ടി. ഡെബ്യൂ എന്ന് പറഞ്ഞാലാണ് തുടക്കം അല്ലെങ്കിൽ അപ്പിയറൻസ്. മൂവിയിലൊക്കെ നമ്മൾ ഡെബ്യൂ എന്ന വാക്കാണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. സോ അത് കണക്ട് ചെയ്തിട്ട് ആൻസർ ചെയ്യുക. And the 14th question. The company celebrated the accomplishment of all their goals. Accomplishment. Now you have to choose the antonym of the underlined word. Antonym എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ്, വിപരീത പദം. സോ അക്കംപ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ പൂർത്തിയാകുക, ഫുൾഫിൽഡ് ആകുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കാം. ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നാശമാകുക അല്ലെങ്കിൽ അത് അൺഫുൾഫിൽഡ്. ഫ്രൂട്ടിഷൻ എന്ന് പറഞ്ഞാൽ ഫലം കാണുക. എക്സിക്യൂട്ട് എന്ന് പറഞ്ഞാൽ നിറവേറുക അല്ലെങ്കിൽ നിറവേറ്റുക. ആൻഡ് ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞാൽ ജയിലിൽ അടയ്ക്കുക. സോ ഇതൊന്നും അല്ല മീനിങ്. സോ ഫസ്റ്റ് ആൻസർ, ദ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഫെയിലിയർ. അക്കംപ്ലിഷ്മെന്റിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ് ആണ് ഫെയിലിയർ. ഒന്ന് പോവുകയാണെങ്കിൽ അക്കംപ്ലിഷ്മെന്റ്, മറ്റൊന്ന് നശിച്ചു പോകുക അല്ലെങ്കിൽ ഒന്നും അല്ലാണ്ടായി പോവുക, ഫെയിലിയർ. ആന്റോണിമസ് ഫെയിലിയർ. സോ ഓപ്ഷൻ എ, ഫെയിലിയർ, ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് 15th question, my dears. 15th question. The weather is suitable for sowing seeds. The weather is suitable for sowing seeds. Now ഇവിടെ underline ചെയ്യുന്നത് suitable നെയാണ്. So choose a similar word for the underlined word. അപ്പൊ നമുക്ക് നോക്കാം. കോൺജെനിറ്റൽ എന്ന് പറഞ്ഞാൽ കൂടെ ഒപ്പം തന്നെ ജനിക്കുന്ന എന്തെങ്കിലും. സോ ഫോർ എക്സാമ്പിൾ കോൺജെനിറ്റൽ ഹാർട്ട് ഡിസീസ്. നമ്മൾ ജനിച്ചപ്പോ തന്നെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഹാർട്ട് ഡിസീസ്, ബൈ ബർത്ത് എന്നാണ് അതിന്റെ അർത്ഥം. കോൺജെനിയൽ എന്ന് പറഞ്ഞാലോ the teacher and students had a very congenial relationship. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള. കോൺടേജിയസ് എന്ന് പറഞ്ഞാലോ പകരുന്ന വ്യാധികളൊക്കെ ഇല്ല, ഡിസീസസ്, കോൺടേജിയസ് ഡിസീസസ്, പ്ലാഗ് പോലെയൊക്കെയുള്ള. ആൻഡ് കോൺവേഴ്സ് എന്ന് പറഞ്ഞാലോ സംഭാഷണം, സംവാദം. സോ ഇതൊന്നുമല്ല. അപ്പം ഫ്രണ്ട്ലി എന്നുള്ള ഒരു സൂട്ടബിൾ തരത്തിന്, സൂട്ടബിൾ ഓക്കെ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. സോ അതിന്റെ മീനിങ് വരുന്ന ഒരു വേർഡ് ആണ് ബി, കോൺജെനിയൽ. ദാറ്റ് മീൻസ് ഫ്രണ്ട്ലി. കോൺജെനിയൽ മീൻസ് ഫ്രണ്ട്ലി. ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെതർ കണ്ടീഷൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് വിത്ത് പാകാൻ പറ്റത്തുള്ളൂ.
for sowing the seeds. So option B is the correct answer, my dears. Congenial. ഓരോന്നിന്റെ മീനിങ് ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാക്കി പോവുക. So you might get questions. Meaning അറിയാമെങ്കിൽ അത്രയും എളുപ്പം. So then the 16th question. Choose the word that is spelled incorrectly. Incorrectly. Okay. So bureaucrat. Bureaucrat. B-U-R-E-A-U-C-R-A-T. Okay. That sounds correct. That is the correct spelling we know. Then an entrepreneur. Entrepreneur. The entrepreneur alla entrepreneur എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ. ഓക്കെ, ഇത് ഈ ആൻസർ നമുക്ക് ഹോൾഡിൽ വെക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ then intelligentsia. ഇന്റലിജൻസി അങ്ങനെ ഒരു വേർഡ് ഉണ്ട്, കറക്റ്റ്. then septuagenarian. Septuagenarian എന്ന് പറഞ്ഞാൽ എന്താണ്? 70കളിൽ 70s ഉള്ള ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളിനെയാണ് സെപ്റ്റുവാജനേറിയൻ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് എനിക്ക് സംശയമുള്ളത് ഓൺട്രപ്രന്യൂറിന്റെ സ്പെല്ലിംഗ് ആണ്. സോ ഓൺട്രപ്രന്യൂറിന്റെ സ്പെല്ലിംഗ് അറിയാവുന്ന ഒരാൾക്ക് അറിയാം. ഓൺട്രപ്രന്യൂറിന്റെ സ്പെല്ലിംഗ് ENTREPRENEUR. സോ അവിടെ PREUവിന്റെ ആവശ്യമില്ലായിരുന്നു. ആ യു ആണ് ഇൻകറക്റ്റ്. അപ്പൊ ആ ഫുൾ സ്പെല്ലിംഗ് ഇൻകറക്റ്റ് ആണ്. That's why option B is incorrect and the correct spelling is given below. Entrepreneur. ENTREPRENEUR. Then coming to the 17th question, my dears. So ഇവിടെ ഒരു ഫ്രഞ്ച് പ്രയോഗമാണ് തന്നേക്കുന്നത്. ഇപ്പൊ ഫ്രഞ്ച് ക്ലാസിക്സ് ലിറ്ററേച്ചർ ഒക്കെ പഠിച്ചവരാണെങ്കിൽ ഫ്രഞ്ച് ക്ലാസിക്സ് ഒക്കെ ഒരു പരിചയം കാണുമല്ലോ. അപ്പം ഈ വോസ് പ്ലേറ്റ്, ഈ വോസ് എന്ന് പറഞ്ഞാൽ വേർഡ് മാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡ് ഫ്രഞ്ച് ലാറ്റിൻ ഇതിൽ കണക്ഷൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആൻഡ് റെസ്പോണ്ടസ്. റെസ്പോണ്ടസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും റെസ്പോണ്ട് ചെയ്യുക. റെസ്പോണ്ടസ്, റെസ്പോണ്ട് വരെ നമുക്കറിയാം, റെസ്പോണ്ട് ചെയ്യുക. അപ്പം അത് പിടിച്ച് വേണം നമ്മൾ നോക്കാന്. ആൻസർ എ. പ്ലീസ് സെർവ് ഓൺ എ സിൽവർ പ്ലേറ്റ് എന്നല്ല, പീസ് ബി വിത്ത് യു എന്നും തോന്നുന്നില്ല. യു ഷുഡ് ബി റെസ്പോൺസിബിൾ. റെസ്പോൺസിബിൾ ഡൗട്ട് ഉണ്ട്, റെസ്പോൺസിബിൾ വരത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ എന്താണ്? റെസ്പോണ്ട് വരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതൊരു ഫ്രഞ്ച് എക്സ്പ്രഷൻ ആണ്. ആൻസർ പ്ലീസ് എന്നതിന്റെ ഫ്രഞ്ച് എക്സ്പ്രഷൻ ആണ് റെസ്പോണ്ടേഴ്സ് വാസ് പ്ലേറ്റ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് നെക്സ്റ്റ് 18th question. Now we are nearing the end of questions. 20 questions are there total. Now the 18th question. 18th question എന്താണ്? The thieves dashed the apartment while the family was on a vacation. The thieves dashed the apartment while the family was on a vacation. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, കള്ളന്മാര് ആരുടെയോ അപ്പാർട്ട്മെന്റില്, ഒരു ഫാമിലിയുടെ അപ്പാർട്ട്മെന്റില് അവര് ആ അപ്പാർട്ട്മെന്റിൽ ഇല്ല, ഒരു വെക്കേഷന് പുറത്തു പോയിരുന്നതാണ്. ആ നേരം ഇടിച്ചു കയറി. അപ്പൊ ആ അർത്ഥം വരുന്നത് എന്താണ്? ബ്രോക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രോക്ക് ഡൗൺ, വിഷമിച്ച് ഉടഞ്ഞു പോവുക, തകർന്നു പോവുക. ബ്രോക്ക് അവേ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോവുക. ബ്രോക്ക് അപ്പ് എന്ന് പറഞ്ഞാലോ അതിന് പല അർത്ഥങ്ങളും ഉണ്ട്. പൊട്ടിപ്പോവുക, റിലേഷൻഷിപ്പ് ഇല്ലാതായി പോവുക. Then comes broke into means ഇടിച്ചു കയറുക, കടന്നു കയറുക എന്നാണ് അർത്ഥം. broke into. The burglars broke into the shop at night. അവര് ആരും അറിയാതെ ഇടിച്ചു കയറി, അവരാരും അറിയാതെ കടന്നു കയറി. ആ കടന്നു കയറിയെന്ന മീനിങ് ആണ് broke into. So option A, broke into, is the correct answer. So ഒന്നുകൂടെ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. The thieves broke into the apartment while the family was on a vacation. Okay. Now the next is the 19th question. Antinas dash able
cockroaches to sense their surroundings. Antennas എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ എന്താ കോക്രോച്ചിന്റെ പാറ്റകളുടെ കൊമ്പ്. ആ കൊമ്പ് എന്തെടുക്കും? അവരെ സഹായിക്കും, അല്ലെങ്കിൽ അവരെ പ്രാപ്തരാക്കും. എന്തിന്? ടു സെൻസ് ദർ സറൗണ്ടിങ്സ്, അവരുടെ ചുറ്റുപാട് സെൻസ് ചെയ്യാൻ അവരെ ഈ പാറ്റകളുടെ ആന്റിനാസ് അവരെ പ്രാപ്തരാക്കും, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യും. അപ്പം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡ് ആണ് അല്ലേ? അപ്പം അതിന്റെ ഫസ്റ്റ് ആ പ്രിഫിക്സ് എന്താണ് ആഡ് ചെയ്യേണ്ടതെന്നാണ് നോക്കേണ്ടത്. പ്രിഫിക്സ് നേരിട്ട് തുടക്കത്തിൽ വരുന്നതിനാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നോക്കാം നമുക്ക്. ഡിസേബിൾ എന്നൊരർത്ഥമല്ല, അതിനെ ഡിസ്കറേജ് ചെയ്യുവല്ല, ആന്റിനാസ് ഡിസ്കറേജ് ചെയ്യുവല്ല, അതിനെ എന്തുവാ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ്, അല്ലെ ഹെൽപ്പ് ആണ്. സോ ഡിസേബിൾ വരത്തില്ല. സെയിം അൺഏബിളും വരത്തില്ല. എനേബിൾ നോക്കാം. എനേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായിക്കുക. ഐ വിൽ എനേബിൾ യു ടു പാസ് ദ എക്സാം, ഞാൻ നിങ്ങളെ എക്സാം പാസ്സാകാൻ സഹായിക്കാം. എനേബിൾ. ദെൻ ഇനേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നേബിൾ ഒരു അവസ്ഥയാണ്. ഇനേബിൾ, ഐ ആം ഇനേബിൾ ടു മൂവ്, അല്ലെങ്കിൽ ഐ ആം അൺഏബിൾ ടു മൂവ്. ഇന്നേബിലിറ്റി, കുറവ് എന്നാണ് മീനിങ്. അപ്പൊ ഇതൊന്നും അല്ല ഈ അർത്ഥം വരുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ളതാണ്. സോ എനേബിൾ എന്നാണ് ഇവിടുത്തെ പ്രിഫിക്സ്. Antennas enable cockroaches to sense their surroundings. And the 20th question and the final question. The phenomenon of glowing sea. The phenomenon of glowing sea. Water signifies. The phenomenon of glowing sea water signifies changes in the marine environment. അപ്പോ ഐഡന്റിഫൈ ദ പ്ലൂറൽ. പ്ലൂറൽ ആണ് മനസ്സിലാക്കേണ്ടത്. പ്ലൂറൽ ഓഫ് ദ വേർഡ് ഫ്രം ദ ഗിവൺ ചോയ്സസ്. സോ ഫിനോമിനൻ, ദാണ്ടെ ഇവിടെ അണ്ടർലൈൻ ചെയ്യുന്നത് ഫിനോമിനെയാണ്. ഈ ഫിനോമിനൻ എന്ന് പറയുന്നത് ഇതിന്റെ മീനിങ് എന്താണെന്നറിയോ? ഇതിന്റെ മീനിങ് ആക്ച്വലി റിമാർക്കബിൾ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ഇവന്റിനെയൊക്കെയാണ്. നോട്ടബിൾ, നോട്ട് വർത്തി ആയിട്ടുള്ള. സോളാർ എക്ലിപ്സ് എന്നൊക്കെ പറയത്തില്ലേ? സോളാർ എക്ലിപ്സ് വാസ് എ റെയർ ഫിനോമിനൻ. അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു സംഭവമാണ്, ഒരു ഇവന്റ് ആണ്. അപ്പൊ ഇവന്റ് എന്ന മീനിങ് ആണ് ഫിനോമിനൻ. അപ്പൊ അതിന്റെ പ്ലൂറൽ എന്താണ്? ഫിനോമിനൽ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണെന്ന് പറയാം. ഫിനോമിനയോ? ഫിനോമിന. ഫിനോമിന കേട്ടിട്ടില്ലേ? ഫിനോമിനാസ് എന്ന് പറയുന്ന കേട്ടിട്ടില്ല. ഫിനോമിന, ഫിനോമിന. സോ ഫിനോമിന ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഫിനോമിന. ഫിനോമിനന്റെ പ്ലൂറൽ ആണ് ഫിനോമിന. ആൻഡ് ഫിനോമിനിയം എന്നുള്ളൊരു വേർഡ് ഇല്ല കേട്ടോ. ഐ ഹാവ് ബ്രൗസ്. ഫിനോമിനിയം എന്നുള്ളൊരു വേർഡ് ഇല്ല. ഫിനോമിനൽ എന്നൊരു വേർഡ് ഉണ്ട്. ഫിനോമിനൽ. ദിസ് വാസ് എ ഫിനോമിനൽ ഇവന്റ്. അഡ്ജക്റ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഫിനോമിന, ഫിനോമിനൽ സിംഗുലർ, ഫിനോമിനൽ പ്ലൂറൽ. അപ്പൊ ഇത്രയാണ് നമ്മളുടെ 20 PYQs ഡിസ്കഷൻ. സോ ഐ ഹോപ്പ് you all go through more such questions. ഇതുപോലെ ഇനിയും questions നിങ്ങൾ സോൾവ് ചെയ്യുക. And yes, if there is any doubt, do definitely ask. So that's all, dears. Thank you.